وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, അള്ളാഹുവിൻ്റെ അത്യപാരമായ അനുഗ്രഹത്താൽ ഈ ഒരു സായാഹ്നത്തിൽ പടച്ചറബിൻ്റെ അനുഗ്രഹം വർഷിക്കുന്ന ദീനി മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിരിക്കാൻ, അതും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിൽ വലിയ ഒരു വിഭാഗം ബിദ്അത്തിന്റെ പിന്നാലെ ഓടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയോ സ്വഹാബത്തിന്റെയോ താബിഈകളുടെയോ തബഉ താബിഈകളുടെയോ മാതൃകയില്ലാത്ത ഒരാഘോഷത്തെ ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടി അത് വലിയ പുണ്യമായി സമൂഹത്തെ പറഞ്ഞു പഠിപ്പിച്ച് അത് ഏറ്റവും വലിയ കാര്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ശറഈൻ അസ്ലുള്ളതായ, അടിത്തറയുള്ളതായ, നിർവഹിച്ചാൽ നമുക്ക് പുണ്യം ലഭിക്കുമെന്ന് ഉറപ്പുള്ള ദീനി മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ ഒരു മനുഷ്യനെ വിലയിരുത്തുമ്പോൾ അയാളുടെ സമ്പത്തും അയാളുടെ ശരീരവും അയാളുടെ സൗന്ദര്യവും അയാളുടെ തറവാടും അയാളുടെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നാം കണക്ക് കൂട്ടാറുള്ളത്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ വ്യക്തിയാക്കുന്നത്, അയാളുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നത് അയാളുടെ ബാഹ്യത്തെക്കാളും ഏറ്റവും പ്രധാനം അയാളുടെ ആന്തരികമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ ജസാമികും വലാ ഇലാ സുവരികും വലാകിൻ യൻദുറു ഇലാ ഖുലൂബികും വഅമാലികും. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നിങ്ങളുടെ ബാഹ്യ പ്രകടനങ്ങളിലേക്കല്ല, നിങ്ങളുടെ രൂപത്തിലേക്കും നിങ്ങളുടെ ശരീരകാന്തിയിലേക്കുമല്ല, മറിച്ച് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ്. ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിസാബ് നടത്തുന്നത് അവന്റെ ഉള്ളു നോക്കിയിട്ടാണ്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് നല്ലതും ചീത്തയുമാകുന്നത്
അയാളുടെ നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അയാളുടെ മനസ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരാൾ ചെയ്യുന്നത് സുന്നത്തും ഫർളുമായി വേർതിരിക്കപ്പെടുന്നത് അയാളുടെ മനസ്ഥിതിക്ക് അടിസ്ഥാനത്തിലാണ്. ഒരാൾ ചെയ്യുന്നത് ചെറിയ കർമ്മമാകട്ടെ വലിയ കർമ്മമാകട്ടെ അത് വലുതും ചെറുതുമായി പരിഗണിക്കപ്പെടുന്നത് അയാളുടെ ഹൃദയം നോക്കിയിട്ടാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് എത്രയോ വലിയ കർമ്മങ്ങൾ ചെറുതായി പരിണമിക്കുന്നുണ്ട്. കാരണം അവിടെ ഹൃദയങ്ങളിൽ ചെറിയ നീയത്താണ് അവർ വെച്ചിട്ടുള്ളത്. എത്രയോ ചെറിയ കർമ്മങ്ങൾ വലുതായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്നത്. കാരണം ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ വലിയ വിചാരങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാഹ്യ പ്രകടനങ്ങളെക്കാളും ബാഹ്യ സൗന്ദര്യത്തെക്കാളും നമ്മുടെ സമ്പത്തിനേക്കാളും ആളുകൾ ഒരു മനുഷ്യനെ വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഭൗതിക മാപിനിയേക്കാളും ഏറ്റവും പ്രധാനമാണ് ഒരാളുടെ ഹൃദയം എന്ന് പറയുന്നത്. ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു. നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസക്കട്ടയുണ്ട്. ആ മാംസക്കട്ട നന്നായാൽ ശരീരം ആസകലമാണ്. ഏതാണ് ആ മാംസക്കട്ട? അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. ഖൽബ് എന്ന് പറഞ്ഞാൽ ഒരു മാംസപിണ്ഡമാണ്. അതിന് ഉപരിയായിട്ട്, അതിന് പുറമെയായിട്ട് ദിവ്യവും ആത്മീയവുമായ ശക്തി ഉൾക്കൊള്ളുന്ന മനസ്സാണ് യഥാർത്ഥത്തിൽ ഖൽബ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ വിവിധങ്ങളായ അവയവങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന അവയവം അത് ഹൃദയമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കേൾവിയില്ലെങ്കിലും കാഴ്ചയില്ലെങ്കിലും അയാൾക്ക് ഹൃദയമുണ്ടെങ്കിൽ, അയാൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ, അയാൾക്ക് ചിന്തയുണ്ടെങ്കിൽ അയാൾക്ക് ജീവിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആൻ ചേർത്ത് പറഞ്ഞത്, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. നിങ്ങളുടെ കേൾവിയും നിങ്ങളുടെ കാഴ്ചയും നിങ്ങളുടെ ചിന്തയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ചോദ്യം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യന് കേൾവിയും കാഴ്ചയും ഇല്ലെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ അയാൾക്ക് ജീവിക്കാൻ പറ്റും. ഒരാൾക്ക് ബുദ്ധിയുണ്ട്, കാഴ്ചയില്ല, കേൾവിയുണ്ട്. ബുദ്ധി കഴിഞ്ഞാൽ, ഹൃദയം കഴിഞ്ഞാൽ ഒരാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അയാളുടെ കേൾവിയാണ്. കേൾവിയാണ് കാഴ്ചയെക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഒരാൾക്ക് കേൾവിയില്ല, കാഴ്ചയുണ്ട്, ഒരുപക്ഷെ അയാൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനും ആളുകളുമായി ഇടപഴകാനും വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മനസ്സുണ്ടാവുക, ബുദ്ധി ഉണ്ടാവുക, നല്ല കളങ്കമില്ലാത്ത, കുറവുകളില്ലാത്ത, പോരായ്മകളില്ലാത്ത ഒരു ഖൽബുണ്ടാവുക, അതോടൊപ്പം അയാൾക്ക് കാഴ്ചയുണ്ടാവുക, അതോടൊപ്പം അയാൾക്ക് കേൾവി ഉണ്ടാവുക, അതോടൊപ്പം അയാൾക്ക് കാഴ്ചയുണ്ടാവുക. ഇങ്ങനെയാണ് ആ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ തദർറുജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഘടകമാണ് അയാളുടെ ഹൃദയം എന്ന് പറയുന്നത്. ലുഖ്മാനുൽ ഹക്കീം, അദ്ദേഹം അടിമയായിരുന്നു. യജമാനനേക്കാളും ആളുകൾ തന്റെ അടിമയായിരുന്നു ആശ്രയിച്ചിരുന്നതും അദ്ദേഹത്തിന്റെ മുന്നിലായിരുന്നു ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നതും. ഒരിക്കൽ യജമാനൻ അദ്ദേഹത്തെ ചോദിക്കേണ്ടായി, എന്തുകൊണ്ടാണ് താങ്കളുടെ അടുക്കലേക്ക് ആളുകൾ ഇങ്ങനെ കൂടുന്നത്? ഞാനാണല്ലോ സയ്യിദ്. യജമാനനെ ഉപേക്ഷിച്ച് ആളുകൾ അടിമയിലേക്ക് പോകാനുള്ള കാരണം എന്താണ് എന്ന് അദ്ദേഹം പഠിക്കാൻ വേണ്ടി തയ്യാറായി. ലുഖ്മാനുൽ ഹക്കീമിനോട് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ആടിനെ അറുത്തിട്ട് അതിന്റെ ഏറ്റവും നല്ല 2 അവയവം കൊണ്ടുവരാൻ. അദ്ദേഹം കൊണ്ടുവന്നത് അതിന്റെ ഹൃദയവും അതിന്റെ നാവുമായിരുന്നു. ഇതാണ് ഏറ്റവും നല്ലത് എങ്കിൽ താങ്കൾ ഈ ആടിന്റെ ശരീരത്തിലെ ഏറ്റവും മോശമായ 2 അവയവങ്ങൾ കൊണ്ടുവരുന്നു. ആ സന്ദർഭത്തിലും ലുഖ്മാനുൽ ഹക്കീം കൊണ്ടുവന്നത് ഇതുപോലെ ഹൃദയവും അതിന്റെ നാവുമായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, രണ്ടും നല്ലതിനും കൊണ്ടുവന്നത് ഒന്നാണ്, ചീത്തതിനും കൊണ്ടുവന്നത് ഒന്നാണ്, എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത് രണ്ടും നന്നായാൽ അതിനോളം നല്ല മറ്റൊന്നില്ല, ഇത് രണ്ടും കേടുവന്നാൽ അതിനോളം കേടുവരുന്ന മറ്റൊന്നുമില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അയാളുടെ ഹൃദയവും ആ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്നതിനനുസരിച്ചുള്ള അയാളുടെ വാക്കുകളുമാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഹൃദയം ഒരു വിജനമായ പ്രദേശത്ത്, വെളിപ്രദേശത്ത്, ഒഴിഞ്ഞ സ്ഥലത്ത് കിടക്കുന്ന ഒരു തൂവൽ പോലെയാണ്.
കാറ്റടിക്കുമ്പോൾ അത് അങ്ങും ഇങ്ങും പാറിക്കടിക്കുന്ന പോലെ മനുഷ്യന്റെ ഹൃദയം അങ്ങും ഇങ്ങും പാറിക്കടിക്കും. പരലോകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, ഖബറിനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു ചിന്തയുണ്ടാവും. ചില സമയത്ത് നമ്മുടെ മനസ്സ് പോസിറ്റീവ് തിങ്കിങ്ങിന്റെ അങ്ങേ തലക്കലായിരിക്കും. നമുക്ക് എന്തും ചെയ്യാൻ പറ്റും, ഞാൻ ഇനി എന്തും ചെയ്യും, എന്തിനേയും ഞാൻ പിന്നെ ഓവർകം ചെയ്യും, ഈ മാനസികാവസ്ഥയിലായിരിക്കും. എന്നാൽ അതേ ദിവസം വൈകുന്നേരമാകുമ്പോഴേക്കും നമ്മുടെ മാനസികാവസ്ഥ പാടെ മാറും. ഇതാണ് നമ്മുടെ ഹൃദയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹൃദയത്തിന് ഖൽബ് എന്ന് പേര് വെച്ചത്. ബിതഖല്ലുബിഹി, അത് മാറി മറിയുന്നത് കൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കലത്തിൽ വെള്ളം തിളച്ചു മറിയുന്നത് പോലെ, താഴെ തീ കൊടുത്താൽ വെള്ളം തിളച്ചു മറിയുന്നത് എത്ര ഫാസ്റ്റ് ആയിട്ടാണ്, അതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് ഒരാളുടെ ഹൃദയം മാറി മറിയുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹൃദയത്തിന് ഖൽബ് എന്ന് പേര് വെച്ചത്. അതിന്റെ ഈ തഖല്ലുബ് കാരണത്താൽ, അതിങ്ങനെ മാറി മറിയുന്നത് കൊണ്ടാണ് അതിന് ഖൽബ് എന്ന് പേര് വെച്ചത് എന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏറ്റവും അധികം പ്രാർത്ഥിച്ച പ്രാർത്ഥന, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയത്തെ മാറ്റിമറിക്കുന്ന പടച്ചറബ്ബേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ഈ പ്രാർത്ഥന ചൊല്ലുന്നത് കേട്ട അവിടുത്തെ പത്നി നബിയോട് ചോദിക്കുക, പ്രവാചകരെ, എന്തിനാണ് താങ്കൾ ഈ പ്രാർത്ഥന അടിക്കടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? താങ്കൾ സ്വർഗത്തിൽ പോകുമെന്ന കാര്യം ഉറപ്പാണല്ലോ. താങ്കൾ സ്വർഗത്തിൽ പോകുമെന്ന കാര്യം ഉറപ്പാണല്ലോ, പിന്നെ എന്തിനാണ് താങ്കൾ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആദം സന്തതികളുടെ ഹൃദയം അള്ളാഹുവിന്റെ 2 വിരലുകൾക്കിടയിലാണ്. ഫമൻ ശാഅ അഖാമ ഫമൻ ശാഅ അസാഗ. അത് അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശരിയാക്കും, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ തെറ്റിക്കുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച മറ്റൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ വവലിയുഹാ അൻത മൗലാഹാ. അല്ലാഹുവേ, എൻ്റെ ഹൃദയത്തിന് നീ അതിൻ്റെ തഖ്വ നൽകണമേ, അതിനെ നീ ശരിയായ വഴിക്ക് നടത്തണമേ, അതിനെ നീ സംസ്കരിക്കണമേ എന്ന്. കാരണം ഹൃദയമാണ് നമ്മുടെ എല്ലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം ശുദ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആളുകൾ ആകർഷിച്ചു വന്നു. നബിയെ കണ്ടവർ ഇസ്ലാം സ്വീകരിച്ചു. നബിയുമായി സഹവസിച്ചവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് അവരുടെ നാടുകളിലേക്ക് തിരിച്ചു ചെന്നിട്ട് പറഞ്ഞത്, പ്രവാചകനെ പോലെ റഹീമായ റഖീഖായ നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല, പ്രവാചകനെ പോലെ കാരുണ്യമുള്ള, ലോലതയുള്ള, സൗമ്യതയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാൻ മാത്രം തെളിഞ്ഞ ജീവിതമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. വിശുദ്ധ ഖുർആനിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുകയുണ്ടായി, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബ് ലൗ ഫദ്ദൂ മിൻ ഹൗലിക്. പ്രവാചകരെ, പടച്ചറബ് താങ്കൾക്ക് നൽകിയ വലിയ കാരുണ്യമാണ്. യഥാർത്ഥത്തിൽ താങ്കളുടെ ഹൃദയം എന്ന് പറയുന്നത് അത് ലോലമായി എന്നത്, താങ്കളുടെ സ്വഭാവം അത് പരുഷമായില്ല എന്നതും, താങ്കൾക്ക് ആളുകളോട് സൗമ്യമായി പെരുമാറാൻ പറ്റി എന്നതും പടച്ചറബ് നിങ്ങൾക്ക് തന്ന വല്ലാത്തൊരു കാരുണ്യമാണ്. ഒരു മനുഷ്യന്റെ ഹൃദയം ശുദ്ധമാകുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട്, വല്ലാത്തൊരു മനുഷ്യനാണ് അല്ലേ, എന്തെല്ലാം തരത്തിൽ ആളുകൾ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ടാകും, ഒഴിവാക്കാൻ നോക്കിയിട്ടുണ്ടാവും, ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവും, പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടാവും, ബഹിഷ്കരിക്കാൻ നോക്കിയിട്ടുണ്ടാകും, പലതരത്തിൽ. പക്ഷെ എങ്കിലും ആളുകളോടെല്ലാം സൗമ്യമായി പെരുമാറുന്ന, മാന്യമായി പെരുമാറുന്ന നല്ല ഒരുപാട് മനുഷ്യന്മാരെ നമ്മൾ കാണാറുണ്ട്. അത് പടച്ചോൻ തരുന്ന വല്ലാത്തൊരു ഭാഗ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു കൊടുത്ത ഒരു നിഅമത്തായിട്ട്, റഹ്മത്തായിട്ട്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ്, പടച്ചോന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു റഹ്മത്താണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്വഭാവം. അത് ഏറ്റവും നല്ല സൗമ്യതയുള്ള,
ലോലമായ സ്വഭാവമായി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയമാണ്. ഇപ്പോൾ ആളുകൾ പറയാറുണ്ട് അവർക്ക് എന്നോട് എന്തോ ഉള്ളത് പോലെ. യഥാർത്ഥത്തിൽ അവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല, നമ്മളെക്കുറിച്ച് ആലോചിക്കുന്ന പോലും ഉണ്ടാവില്ല. മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് നമ്മൾ ഊഹിച്ചിട്ടാണ് പലപ്പോഴും അവരോട് പെരുമാറുന്നത്. ഒരാളുടെ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കിയിട്ടാണ് ആള് ചുണ്ടിക്കാരനാണ്, ദേഷ്യമുള്ള ആളാണ്, ആള് മോശമാണ്, ആള് നല്ലവനാണ്, ഇതൊക്കെ തീരുമാനിക്കുന്നത് ആളുകൾ അയാളുമായി ഇടപഴകാതെ തന്നെ സങ്കല്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ മനസ്സിന്റെ ഒരു ശുദ്ധിയില്ലായ്മ കാരണത്താലാണ് എന്നത് നാം മനസ്സിലാക്കിയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ആരാ വിജയം വരിച്ചവരാരാണ്? ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. മനസ്സ് ശുദ്ധമായതാരാണ് അവനാണ് ഏറ്റവും വലിയ വിജയം വരിച്ചവൻ. അഫ്ലഹ് എന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്, അതിന്റെ മോൾക്കൊന്നില്ല. മനസ്സ് ശുദ്ധമായോ തെളിഞ്ഞതായോ ശിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും ഖുറാഫാത്തിൽ നിന്നും ഹറാമുകളിൽ നിന്നും പൈശാചികതകളിൽ നിന്നും മുക്തമായൊരു ഹൃദയമുണ്ടോ അവൻ വിജയിക്കും. എവിടെയാണ് ആളുകൾക്ക് അബദ്ധം സംഭവിക്കുന്നത്? നമ്മളിങ്ങനെ ചിന്തിക്കുക, എന്താ പറ്റിയത് അല്ലേ? നല്ല ദീനീ ബോധമുള്ള ആളായിരുന്നു, അയാൾക്ക് എന്താ പറ്റിയത്? മനസ്സാണ് അല്ലേ? അയാളെങ്ങനെ അങ്ങനെയായിപ്പോയി, അവളെങ്ങനെ അങ്ങനെയായിപ്പോയി, നല്ല ഈമാനുള്ള കുട്ടിയായിരുന്നല്ലോ, അവൾക്ക് എന്ത് പറ്റിപ്പോയി എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. അവിടേക്ക് ഹൃദയത്തിന്റെ പ്രവർത്തനമാണ്. പണ്ഡിതന്മാർ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ ധാരാളമായി എണ്ണിയിട്ടുണ്ട്. ഹൃദയത്തിന്റെ കർമ്മങ്ങളും ഹൃദയത്തിന്റെ രോഗങ്ങളും 100-ൽ പരം എണ്ണിയ പണ്ഡിതന്മാരുണ്ട്. 100-ൽ പരം എണ്ണിയ പണ്ഡിതന്മാരുണ്ട്. വിശുദ്ധ ഖുർആനിൽ നിരവധി രോഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഹൃദയത്തിന് കറ ബാധിക്കും. കുറെ തെറ്റുകൾ, അബദ്ധങ്ങൾ, ഹറാമുകൾ ചെയ്യുമ്പോൾ ഹൃദയത്തിൽ ഓരോ തെറ്റുകളും നുക്തത്തും സൗദ, കറുത്ത പുള്ളികൾ വീഴ്ത്തും. ആ കറുത്ത പുള്ളികൾ പിന്നീട് ആ രോഗത്തെ കറയുള്ള, ആ മനസ്സിനെ കറയുള്ളതാണ്. അവരുടെ ഹൃദയത്തിൽ രോഗമാണ്. ഹൃദയത്തിൽ രോഗമുള്ള ചില മനുഷ്യന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നാണ് പറയുന്നത്. ആ രോഗമുക്തമായൊരു ഹൃദയം നേടിയെടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അത് ഇവിടെയും നാളെ പരലോകത്തും നമുക്ക് വിജയം വരിക്കാൻ അത്യാവശ്യമാണ്. തെളിഞ്ഞ ഒരു ഹൃദയം ഉണ്ടായിരിക്കുക എന്നുള്ളത് മനസ്സിലായില്ലേ? ഖുർആൻ പറഞ്ഞ നിരവധി രോഗങ്ങൾ, കറ, അതുപോലെ തന്നെ വ്യതിചലനം, ഹൃദയത്തിന് സീല് വെക്കുക. ചില ഹൃദയങ്ങളിൽ അള്ളാഹു സീല് വെച്ചിട്ടുണ്ട്, മനസ്സിലാണ്ടല്ലോ. അവർക്ക് നന്മകൾ പറഞ്ഞാൽ കേൾക്കാനോ അത് ഉൾക്കൊള്ളാനോ അതുകൊണ്ട് ഈമാൻ കൊള്ളാനോ അതുകൊണ്ട് കർമ്മങ്ങൾ നന്നാക്കാനോ തെറ്റുകൾ ഉപേക്ഷിക്കാനോ ഒന്നിനും പറ്റാത്ത വിധത്തിൽ ഹൃദയങ്ങൾ സീല് വെക്കപ്പെട്ടവരുണ്ട്. ഹൃദയങ്ങൾ നന്മയിൽ നിന്ന് തെറ്റിക്കപ്പെട്ടവരുണ്ട്. ഹൃദയങ്ങൾ കുടുസ്സമായവരുണ്ട്. ഹൃദയം കുടുസ്സമായി പോയ ആളുകളുണ്ട്. ഹൃദയം കല്ലുപോലെ കടുത്തു പോകുന്ന ആളുകളുണ്ട്. ഹൃദയത്തിന് ഞെരുക്കം ബാധിക്കുന്ന ആൾക്കാരുണ്ട്. ഹൃദയത്തിന് മുദ്ര ചാർത്തപ്പെട്ട ആളുകളുണ്ട്. ഹൃദയത്തിന് പൂട്ട് വീഴ്ത്തപ്പെട്ട ആൾക്കാരുണ്ട്. ഏതിനും ലയിച്ചു ചേരുന്ന ബനു ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞു, അവരുടെ ഹൃദയത്തിലേക്ക് ആ പശുവിനോടുള്ള ആദരവും ആരാധനയും കുടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതായത് അതിലേക്ക് അവർ ലയിച്ചു ചേർന്നിരിക്കുക. അവർ ചെയ്യുന്ന ഖുറാഫാത്ത്, അവർ ചെയ്യുന്ന ശിർക്ക്, അവർ ചെയ്യുന്ന ബിദ്അത്ത്, അതിനെതിരെ എത്ര ശബ്ദങ്ങൾ കേട്ടാൽ അവർക്ക് പ്രശ്നമില്ലാത്ത വിധം അവർ അതിൽ ലയിച്ചു ചേർന്നിട്ടുണ്ട്. അതൊക്കെ ഹൃദയത്തെ ബാധിക്കുന്ന രോഗമാണ്. അതുപോലെ തന്നെ ഹൃദയത്തെ ഭീതി പിടികൂടുക, ഹൃദയത്തിന് കാഠിന്യമുണ്ടാവുക, ശാഠ്യം പിടിക്കുക, ഹൃദയം അശുദ്ധമാവുക, വെറുപ്പ്, നിഷേധം, സംശയം, അന്ധത, ശപിക്കൽ, വിസമ്മതം, ദുരഭിമാനം, വിദ്വേഷം, അശ്രദ്ധ, കളിയാക്കൽ, ലഘുവ്, സന്ദേഹം, സംശയങ്ങൾ, കാപഢ്യം, ഇതെല്ലാം മനുഷ്യനെ ബാധിക്കുന്ന രോഗങ്ങളാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ 27 രോഗങ്ങളെ പണ്ഡിതന്മാർ എണ്ണിയ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ കേൾപ്പിച്ചത്. ഖുർആൻ നേരിട്ട് രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത സൂചനാപരമായിട്ട് ഹൃദയത്തിനെ ബാധിക്കുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞു. എല്ലാ ഹറാമുകളും ബാധിക്കുന്നത് ഹൃദയത്തെയാണ്.
ഹൃദയത്തെ മാത്രമാണെന്നല്ല, ആദ്യം ബാധിക്കുന്നത് ഹൃദയത്തെയാണ്. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബി എന്താണ് ഖൈറ്, എന്താണ് ബിർറ്? റസൂൽ പറഞ്ഞു, ബിർറു ഹുസ്നുൽ ഖുൽഖ്, പുണ്യം എന്ന് പറഞ്ഞാൽ അത് സൽസ്വഭാവമാണ്. എന്താണ് ഇസ്മ്, പാപം എന്താണ്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇസ്മു മാ ഹാക ഫീ സദ്രിക, നിന്റെ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്നത് എന്താണോ അതാണ് യഥാർത്ഥത്തിൽ ഇസ്മ്. അപ്പൊ പാപം ഒരു മനുഷ്യന്റെ ഹൃദയത്തിന് ചൊറിച്ചിലുണ്ടാക്കും, ടെൻഷൻ ഉണ്ടാക്കും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, അയാളുടെ മാനസിക നിലയെ തെറ്റിക്കും. അപ്പോൾ പാപങ്ങൾ ബാധിക്കുന്നത് അതൊരു പക്ഷെ പലിശ വാങ്ങുന്നതായിരിക്കാം, സാമ്പത്തികമായ കുറ്റകൃത്യമാണ്, വ്യഭിചരിക്കുന്നതായിരിക്കാം, അയാളുടെ ശഹവത്തി സംബന്ധമായ കുറ്റകൃത്യമാണ്, ഒരാൾ ചിലപ്പോൾ ഹറാം തിന്നുന്നതായിരിക്കാം, അത് അയാളുടെ വയറിന് അസുഖം ഉണ്ടാക്കുക, അതിലപ്പുറത്ത് അയാളുടെ മനസ്സിനാണ് ബാധിക്കുക. വിവിധങ്ങളായിട്ടുള്ള ഹറാമുകൾ, ഏത് തരത്തിലുള്ള ഹറാമുകളായിരുന്നാലും അത് ഏറ്റവും അധികം ബാധിക്കുന്നത് നമ്മുടെ ഹൃദയത്തെയാണ്. എല്ലാ രോഗങ്ങളും രണ്ട് കാര്യങ്ങളിൽ കേന്ദ്രീകൃതമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എല്ലാ രോഗങ്ങളും, ഹൃദയത്തെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും ഒന്ന് സംശയത്തിൽ നിന്നുണ്ടാകുന്നതാണ്. എന്നാൽ കപട വിശ്വാസികളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദാ, അവർക്കുണ്ടായത് ശുബ്ഹാത്തിൽ നിന്നുള്ള രോഗങ്ങളാണ്. മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ രണ്ട് വഴിക്കാണ് പോവുക. ഒന്ന് സംശയങ്ങളിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങൾ, രണ്ട് ഷഹ്വാത്തുകൾ, ദേഹേച്ഛ കൊണ്ടുണ്ടാകുന്ന, മനുഷ്യൻ അവന്റെ ഇച്ഛയെ, മനസ്സിന്റെ ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി പണിയെടുക്കുമ്പോൾ അവന്റെ ബാധിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങൾ. ഈ രണ്ട് തരത്തിലുള്ള കാരണത്താലും ഉണ്ടാകുന്ന രോഗങ്ങളിൽ നിന്ന് നമ്മൾ മുക്തമായിരിക്കണം, എങ്കിൽ നമുക്ക് പരലോകത്ത് വിജയിക്കാൻ പറ്റും. ഒരു മഹാമനുഷ്യന്റെ പ്രാർത്ഥനയാണ് ഞാൻ ആദ്യം ഓതി കേൾപ്പിച്ചത്. മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന എന്താണ്? വഗ്ഫിർലി അബീ ഇന്നഹു കാന മിനദ്ദാല്ലീൻ വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. പടച്ചോനെ, വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ നീ എന്നെ നിന്ദിക്കല്ല റബ്ബേ. നമുക്ക് ഇവിടുത്തെ അഭിമാനം ഭയങ്കര വലുതാണ്. ഇവിടുത്തെ സ്ഥാനമാനങ്ങളും അംഗീകാരവും സ്റ്റാറ്റസും വളരെ വലുതാണ്. അതുകൊണ്ട് നല്ല ഫോട്ടോ എടുത്തിട്ടാണ് ആൾക്കാർ സ്റ്റാറ്റസ് വെക്കുക. അച്ചീവ്മെന്റ്സ് എല്ലാം ആളുകൾ സ്റ്റാറ്റസ് വെക്കും. പോരായ്മകൾ ആരും സ്റ്റാറ്റസ് വെക്കാറില്ല, അല്ലെ? മറിച്ച് അച്ചീവ്മെന്റ്സ് ആണ് ആളുകൾ സ്റ്റാറ്റസ് വെക്കാറുള്ളത്. കാരണം നല്ല ഫേസ് കാണിക്കാൻ, നല്ല അറിവും കഴിവും നേട്ടങ്ങളും ആളുകളെ അറിയിക്കാൻ ആളുകൾക്ക് ഭയങ്കര താല്പര്യമാണ്. എന്നാൽ ഇവിടെ നമുക്ക് എത്ര വലിയ സ്റ്റാറ്റസ് ഉണ്ടായിട്ടും കാര്യമില്ല. പടച്ചോന്റെ അടുത്ത് നമുക്ക് എത്ര സ്റ്റാറ്റസ് ഉണ്ട്, അതാണ് ഏറ്റവും വലുത്. മനസ്സിലായില്ലേ? രഹസ്യവും പരസ്യവും യാതൊരു വ്യത്യാസവും ഇല്ലാതെ അറിയുന്ന പടച്ചോന്റെ മുമ്പില് പരലോകത്ത് നമ്മൾ ചെന്ന് നിൽക്കുമ്പോ നമ്മൾ നിന്ദിക്കപ്പെടുമോ, നമ്മൾ പരിഹാസ്യരാകുമോ, നമ്മൾ കുറ്റമുക്തരാകുമോ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിരവധി പ്രാർത്ഥനകൾ ഖുർആനിലുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രാർത്ഥനയാണ് വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, അല്ലാഹുവേ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ നീ എന്നെ നിന്ദിക്കല്ല റബ്ബേ. എന്താ ആ ദിവസത്തിന്റെ പ്രത്യേകത? യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ, അന്ന് ഒരാൾക്കും അയാളുടെ മക്കളോ അയാളുടെ സമ്പത്തോ ഉപകരിക്കാത്ത ദിവസമാണ്. നമ്മളെക്കാൾ എത്രയോ വലിയ കോടീശ്വരന്മാർ ഇവിടെ ജീവിച്ചു പോയിരുന്നു. നമ്മളെക്കാൾ എത്രയോ ആരോഗ്യമുള്ള, സൗന്ദര്യമുള്ള, തറവാടുള്ള, സമ്പത്തുള്ള, അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ ഇവിടെ ജീവിച്ചു മരിച്ചു പോയിരുന്നു. പക്ഷെ അവർക്കതൊന്നും ഉപകാരപ്പെടൂല. എത്രയോ മക്കളുള്ള ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്, അവർക്ക് മക്കളെ കൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. പിന്നെ ആർക്കാണ് അവിടെ വിജയം വരിക്കാൻ സാധിക്കുക? ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയവുമായിട്ട് പടച്ചോനെ കണ്ടുമുട്ടുന്ന ആൾക്കാർ. കൽബുൻ സലീമായിരിക്കണം, ശുദ്ധമായിരിക്കണം, തെളിഞ്ഞതായിരിക്കണം. ഹൃദയത്തെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തമായിരിക്കണം ഒരാളുടെ ഹൃദയം. എന്നാൽ മാത്രമേ അയാൾക്ക് അവിടെ രക്ഷപ്പെടാൻ കഴിയുള്ളൂ.
പാപഭംഗിലമായിട്ടുള്ള ഹൃദയവുമായിട്ട് പടച്ചവനെ കണ്ടുമുട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. പണ്ഡിതന്മാർ പറയുന്ന ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പടച്ചവന്റെ അടുത്ത് രക്ഷപ്പെടുന്ന ആളുകൾ ആരാണ്? അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷയിൽ നിന്ന് മുക്തമാകുന്നത് ആരാണ്? പടച്ച റബ്ബിന്റെ പ്രതിഫലം നേടിയെടുക്കുന്നത് ആരാണ്? ഖൽബുൻ സലീം. ഖൽബുൻ സലീം മാത്രാണ്. എന്താ അതിന്റെ അർത്ഥം? സലിമ മിന ശിർക്ക്, ശിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ വശക്ക്, സംശയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. വമഹബ്ബത്ത ശർരി വൽ ഇസ്റാറി അലൽ ബിദ്അതി വദ്ദുനൂബ്, മോശപ്പെട്ട ആഗ്രഹങ്ങളിൽ നിന്ന് ആ ഹൃദയം ശുദ്ധമാണ്. മനസ്സ് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കും. അതിലിപ്പോ നമുക്ക് ഹലാലായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ഹറാമായിരിക്കാം. ഹലാലായത് ആഗ്രഹിക്കുന്നതുകൊണ്ട് കുറ്റമൊന്നുമില്ല. ഹലാലായത് നമുക്ക് ആഗ്രഹിക്കാനും അത് നുകരാനും അള്ളാഹു നമുക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. എന്നാൽ ഹറാമായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന മനസ്സ്, ഹറാമായ ആഗ്രഹങ്ങൾ, ബിദ്അത്തിലും പാപങ്ങളിലും ഉറച്ചു നിൽക്കുന്ന മനസ്സ് ബിദ്അത്താണ്. നൂറുകണക്കിന് തെളിവുകളുണ്ട് ബിദ്അത്താണെന്നുള്ളതിന്. അത് പറഞ്ഞ് തെളിവുദ്ധരിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്താലും ന്യായങ്ങൾ പറഞ്ഞ് അതിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാര്, ആ ഹൃദയം കുറ്റമുക്തമല്ല. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ദുനൂബ്, പാപങ്ങൾ, ഇത് പറ്റില്ല, ഇത് ഹറാമാണ്, ഈ വസ്ത്രം ഹറാമാണ്, ഈ വേഷം ഹറാമാണ്, ഈ കാഴ്ച ഹറാമാണ്, ഈ ബന്ധം ഹറാമാണ്, ഈ വരുമാനം ഹറാമാണ്, ഇതെല്ലാം വ്യക്തമായിട്ടും അതിൽ ഉറച്ചു നിൽക്കുക എന്ന സ്വഭാവം അത് വിശ്വാസിക്കുണ്ടാവില്ല. വിശ്വാസിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞ പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാപമാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവൻ ആ പാപത്തിൽ ഉറച്ചു നിൽക്കുന്നവനല്ല, തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവനല്ല വിശ്വാസി. എന്ന നരകത്തിൽ പോയ മനുഷ്യനെ കുറിച്ച് എന്താ പറഞ്ഞത്? الذين يسرون على الحنث العظيم, അവർ പാപങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു. മനസ്സിലായില്ലേ? സത്യം അവരുടെ കാതിൽ വന്ന് പതിച്ചാലും മുഹമ്മദേ ഞങ്ങൾ ഇതാ നിന്നെ കളവാക്കുന്നു എന്ന് പറയും. മനസ്സിലായിട്ടല്ലോ? പടച്ചോൻ ദിവ്യ സന്ദേശവുമായിട്ട് പറഞ്ഞയച്ച മുഹമ്മദേ എന്ന് വിളിക്കും. ഞങ്ങളിതാ നിന്നെ കളവാക്കിയിരിക്കുന്നു പറയും. മനസ്സിലായില്ല? അള്ളാഹ് അവന്റെ കിതാബുമായിട്ട് നിയോഗിച്ചയച്ച മുഹമ്മദേ എന്ന് വിളിക്കും. അപ്പൊ റസൂലുള്ള സന്തോഷത്തോടെ അവരെ നോക്കും. എന്നിട്ട് അവർ പറയും മുഹമ്മദ് കള്ളം തന്നെയാണ്. നേരെ ഓപ്പോസിറ്റ് പറയും. ഇങ്ങനത്തെ ആൾക്കാര് ബിദ്അത്തിലും ശിർക്കിലും പാപങ്ങളിലും ഉറച്ചു നിൽക്കുന്ന ആ ഒരു സ്വഭാവത്തിൽ നിന്ന് മനസ്സ് മുക്തമായിരിക്കണം. എല്ലാ വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് ഇഖ്ലാസിനും ഇൽമിനും യഖീനിനും പടച്ചവനോടുള്ള മഹബ്ബത്തിനും ഹൃദയത്തിന്റെ തസ്കിയത്തിനും നിരക്കാത്ത ഏതെല്ലാം സ്വഭാവങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം ഹൃദയം മുക്തമായാലേ സ്വർഗത്ത് പോവുള്ളൂ. മനസ്സിലായേ? അതുകൊണ്ടാണ് ആ ഹൃദയത്തിലേക്കാണ് പടച്ചോൻ നോക്കുക. അതുകൊണ്ട് നമ്മുടെ ഹൃദയം അത് ശുദ്ധമായിരിക്കണം, അത് കളങ്കരഹിതമായിരിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കാൻ, നബിയെ അയ്യുന്നാസി അഫ്ളൽ, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് സദൂഖുൽ ലിസാൻ, സത്യം മാത്രം പറയാം, ആരോടും സത്യം മാത്രം പറയുന്ന നാവ്. അങ്ങനെ ഒരു നാവിന്റെ ഉടമസ്ഥൻ അവൻ ശ്രേഷ്ഠനാണ്, സത്യമേ പറയുള്ളൂ. രണ്ടാമത്തത് മഹ്മൂമുൽ ഖൽബ്, മഹ്മൂമുൽ ഖൽബ്. സഹാബത്ത് പറഞ്ഞു നബി സദൂഖുൽ ലിസാൻ ഞങ്ങൾക്ക് മനസ്സിലായി, ആരാണ് മഹ്മൂമുൽ ഖൽബ് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അത്തഖിയുൻ നഖി ലാ ഇസ്മ ഫീഹി വലാ ബഗ്യ വലാ ഖില്ല വലാ ഹസദ്. തഖിയ്, നല്ല തഖ്വയുള്ള ഹൃദയം. അന്നഖിയ്, നഖി പറഞ്ഞാൽ പ്യുവർ, കളങ്കമില്ലാത്ത, തഖ്വയുള്ള, പാപമില്ലാത്ത, അതിക്രമമില്ലാത്ത, വഞ്ചനയില്ലാത്ത, അസൂയയില്ലാത്ത ഹൃദയം, അതാണ് മഹ്മൂമുൽ ഖൽബ്. അങ്ങനെ ഒരു ഹൃദയമുള്ളവനും സത്യം പറയുന്നവനും അവർ രണ്ടുപേരുമാണ് അള്ളാന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഇവിടെയും നാളെ പരലോകത്തും നമുക്ക് സമാധാനം ഉണ്ടാവാൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ,
നിങ്ങൾക്ക് പടപ്പുകളുടെയും പടച്ചവന്റെയും പ്രീതി, ഇഷ്ടം കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? മറ്റുള്ളവരുടെ കയ്യിലുള്ളത് ആഗ്രഹിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ കയ്യിലുള്ളത് ആഗ്രഹിക്കാതിരിക്കുക. അവനത് കിട്ടിയല്ലോ, എനിക്കത് കിട്ടിയില്ലല്ലോ. മറ്റുള്ളവരോട് അസൂയയും പകയും വിദ്വേഷവും വെച്ച് പുലർത്തുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവന് ദുനിയാവിലും സ്വസ്ഥത ഉണ്ടാവില്ല, പരലോകത്തും സ്വസ്ഥത ഉണ്ടാവില്ല. അതുകൊണ്ട് മറവില്ലാത്ത ശുദ്ധമായ ഹൃദയമായിട്ട് നമ്മുടെ ഹൃദയം മാറിയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ പടച്ചറബിനോട് നന്നായി പ്രാർത്ഥിക്കണം. ഹൃദയത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു അസുഖവും, അല്ലെ, റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. പടച്ചോനെ, എന്റെ ഹൃദയത്തെ ഈമാൻ കിട്ടിയതിന് ശേഷം നീ തെറ്റിക്കല്ല റബ്ബേ എന്ന് വിശുദ്ധ ഖുർആനിൽ അറിവ് നേടിയ ആളുകളുടെ പ്രാർത്ഥനയായിട്ട് പടച്ചറബ് സുബ്ഹാനഹു വ തആല പറയാണ്. അല്ലേ, ഗില്ലുൽ ഖൽബ് ഉണ്ടാകാൻ പാടില്ല. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. പടച്ചോനെ, വലാ തജ്അൽ ഫീ ഖുലൂബിനാ, ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഉണ്ടാക്കല്ലേ. എന്തുണ്ടാക്കല്ലേ? ഗില്ലൻ ലില്ലദീന ആമനൂ, വിശ്വസിച്ചവരോടൊരു ഗില്ല്. എന്താ ഗില്ല് എന്ന് പറഞ്ഞാല്? വഞ്ചനയും ശത്രുതയും ഹിഖ്ദും ഹസദും ഇതൊന്നുമില്ലാത്ത, ആരോടും ഒരു വെറുപ്പുമില്ലാത്ത, ഒരു വഞ്ചനയും ഇല്ലാത്ത, ഒരാളോടും ഒരു പകയുമില്ലാത്ത ഹൃദയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, സദസ്സിലേക്ക് കടന്നു വരുന്ന ആള് സ്വർഗത്തിലായിരിക്കും പറഞ്ഞു. അപ്പൊ ഒരു സ്വഹാബി കയറി വന്നു. പിറ്റത്തെ ദിവസം പറഞ്ഞു, ഇനി ഈ സദസ്സിലേക്ക് കയറി വരുന്ന ആൾ സ്വർഗത്തിലായിരിക്കും. അപ്പോഴും അതേ സ്വഹാബി വന്ന്. മൂന്നാമത്തെ ദിവസം നബി പറഞ്ഞു, ഇനി ഈ സദസ്സിലേക്ക് കയറി വരുന്ന ആൾ സ്വർഗത്തിലായിരിക്കും. മൂന്നാമത്തെ ദിവസം വന്നത് അതേ സ്വഹാബി. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കൂട്ടുകാരിൽപ്പെട്ട ഒരാള് കളവ് പറഞ്ഞിട്ട്, ഞാൻ ഉപ്പയുമായിട്ട് ചെറിയൊരു പ്രശ്നത്തിലാണ്, ഇപ്പൊ കുറച്ച് ദിവസം നിങ്ങളെ കൂടെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ താമസിച്ചു. എന്താണ് അദ്ദേഹം സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് എന്ന് നോക്കാനായിരുന്നു. അദ്ദേഹം ഒന്നും പ്രത്യേകമായിട്ട് ചെയ്യുന്ന കണ്ടില്ല. അവസാനം ചോദിച്ചു, വന്നത് ഇന്ന കാര്യത്തിനാണ്, നിങ്ങൾ എന്താണ് പ്രത്യേകമായിട്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ പറഞ്ഞപ്പോൾ നിങ്ങളാണല്ലോ കയറി വന്നത് എന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു പ്രവചനത്തിന്റെ കാരണം എന്തായിരിക്കും എന്ന് ആ സ്വഹാബി പറഞ്ഞത്, ഉറങ്ങാൻ കിടക്കുമ്പോ ഒരു മനുഷ്യനോടും എനിക്ക് പകയുണ്ടാകാറില്ല. മനസ്സിലായി? ഒരു പക എന്നുള്ളത് ഹൃദയത്തെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അത് നമ്മുടെ ഹൃദയത്തെ ബാധിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഹൃദയത്തിൽ നിഫാഖ് ഉണ്ടാവാൻ പാടില്ല. ഹൃദയത്തിൽ കാപഢ്യം ഉണ്ടാവുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖുശൂഇൻ നിഫാഖ്. മുൻഗാമികൾ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. കാപഢ്യത്തിന്റെ ഭയഭക്തി. എന്താ വെച്ചാൽ വേഷത്തിലും കോലത്തിലും സംസാരത്തിലും ആരാധനയിലൊക്കെ ഭയങ്കര തഖ്വ ഉണ്ടാവും, പക്ഷെ ഉള്ളിലുണ്ടാവില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തഖ്വ ഹാഹുന, ഹൃദയത്തിനകത്താണ് തഖ്വ. മനസ്സിലായില്ലേ? തഖ്വ ഉണ്ടാകേണ്ടത് ഹൃദയത്തിനകത്താണ്, അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളല്ലെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖുശൂ, ഒരു നിഫാഖിന്റെ ഒരു ഖുശൂ കാണിക്കുന്ന, ഒരു കപട സ്വഭാവം കാണിക്കുന്ന, ഇരട്ട മുഖം കാണിക്കുന്ന, ഇങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായിട്ടുള്ള സ്വഭാവം ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ബാധിക്കാൻ പാടില്ല. ലഹുൽ ഖൽബ്, ഹൃദയത്തിന് ദീനിനോടുള്ള ആ ഒരു താല്പര്യം ഇല്ലാതാവുകയും ദീനിനെയൊക്കെ പരിഹാസത്തോടുകൂടെ കാണുകയും ചെയ്യുന്ന ഒരു ഹൃദയം. ഖുർആൻ പറഞ്ഞു, യഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ മാ യഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം മുഹ്ദസിൻ ഇല്ലാ ഇസ്തമഊ വഹും യൽഅബൂൻ ലാഹിയതൻ ഖുലൂബുഹും വഅസറുൻ നജ്വ അല്ലദീന ളമൂ. സൂറത്ത് അംബിയാഇന്റെ 1 മുതൽ 3 വരെയുള്ള ആയത്താണ്. അന്ത്യദിനം അടുത്തെത്തിയിട്ടുണ്ട്. പുതിയ പുതിയ ആയത്തുകളും വചനങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ അവര് പറയാണ് ഇതൊക്കെ മുഹമ്മദ് ഉണ്ടാക്കിയതാണ് എന്നാണ് അവർ പറയുന്നത്. ലാഹിയത്തൻ ഖുലൂബുഹും, അവരുടെ ഹൃദയം അശ്രദ്ധമാണ്. മനസ്സിലായില്ല? ഖുലൂബുൽ ലാഹിൻ,
ഈവൻ ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ പോലും എന്തോ നിസ്കരിക്കുമ്പോൾ പോലും സ്വബോധമില്ലാതെ നിസ്കരിക്കുന്ന, പ്രാർത്ഥിക്കുമ്പോൾ പോലും സ്വബോധമില്ലാതെ പ്രാർത്ഥിക്കുന്ന, അന്തം വിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുന്ന, അതൊക്കെ ഹൃദയത്തിനുണ്ടാകുന്ന ഒരു തരത്തിലുള്ള അസുഖമാണ്. അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് ഹൃദയം അശ്രദ്ധമാവുക, ഇതൊക്കെ ഹൃദയത്തിനുണ്ടാകുന്ന രോഗങ്ങളാണ്. അതുപോലെ തന്നെ മഗ്മൂറായിട്ടുള്ള ഹൃദയം, മഗ്മൂർ എന്ന് പറഞ്ഞ ഹൃദയത്തിന് കിതാബും സുന്നത്തും ഉപദേശങ്ങളൊന്നും കേട്ട് മനസ്സിലാക്കാനുള്ള ശേഷി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകും. മനസ്സിലുണ്ടോ? അതായത് എത്ര വയസ്സായാലും നമുക്ക് ഖുർആൻ പഠിക്കാനും ഖുർആൻ കേൾക്കാനും ഈമാൻ കൊള്ളാനും പറ്റും. കാരണം ഖുർആൻ അങ്ങനെ ഒരു ആകർഷണീയത പടച്ചവൻ വെച്ചിട്ടുണ്ട്. അത് എളുപ്പമാണ്. പക്ഷെ മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ കൊണ്ടും അവന്റെ ദുർനടപ്പ് കൊണ്ടും അവന്റെ ഹൃദയത്തിന് ഒരു തരം മൂടി വീഴുന്ന സാഹചര്യം. പിന്നീട് അവന് ഉപദേശങ്ങളും അതുപോലെ തന്നെ ഗുണപാഠങ്ങളും തെളിവുകളൊന്നും മനസ്സിലാകാത്ത കോലത്തിന് ഒരു തരത്തിൽ ഗംബ്രത്തുണ്ടാവും. ഖുർആൻ പറഞ്ഞു, ബൽ ഖുലൂബുഹും ഫീ ഗംബ്രത്തിൻ മിൻ ഹാദാ, ഈ ദീനിനെ കൊള്ളേ, ഈ പ്രമാണത്തെ കൊള്ളേ അവരുടെ ഹൃദയത്തിന് ഒരു തരം മൂടി വീണിരിക്കുകയാണ്. ഒരു തരം ഫോഗിങ് അത് സംഭവിച്ചിരിക്കുകയാണ് അവർക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാരണവശാലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഹൃദയത്തെ അയാൾ സംരക്ഷിച്ച് നിർത്തേണ്ട ആവശ്യകത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പണ്ഡിതന്മാർ പലതരത്തിൽ പല വിഷയങ്ങൾ നമ്മൾ ഉണർത്തിയിട്ടുണ്ട്. അതിൽ എണ്ണപ്പെട്ട ചില കാര്യങ്ങൾ ആണ് നമ്മളിവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ചില കാര്യങ്ങളുണ്ട് നമ്മളെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ. അതും പ്രത്യേകിച്ച് നമ്മുടെ ഈ ജനറേഷനെ, ഈ കാലഘട്ടക്കാരെ ബാധിക്കും. ഖുർആൻ സൂറത്ത് മറിയമിൽ പറഞ്ഞു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉ സ്വലാത വത്തബഉ ശഹവാത് ഫസൗഫ യൽഖൗന ഗയ്യാ. അതായത് പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞു. പ്രവാചകന്മാർ അള്ളാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് നന്മകൾ ചെയ്ത് റുകൂഇലും സുജൂദിലുമായി കഴിച്ചുകൂട്ടിയവരായിരുന്നു. ആ ചരിത്രം പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇനി പിൽക്കാലത്തൊരു ടീം വരും. ആ ടീമിന്റെ പ്രത്യേകത എന്താണ്? ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉ സ്വലാ, അവർ നിസ്കാരം ഉപേക്ഷിച്ചു. വത്തബഉ ശഹവാത്, അവർ അവരുടെ ശഹ്വത്തിനെ ഫോളോ ചെയ്യും. മനസ്സിലായോ? ശഹ്വത്തിനെ ഫോളോ ചെയ്യുകയും അവർ നിസ്കാരം ഉപേക്ഷിക്കുകയും ചെയ്യും. ഒരിക്കൽ നിങ്ങൾ ബാക്കിൽ ഒരു സീറ്റ് അറേഞ്ച് ചെയ്യുന്നത്, ബാക്കിൽ അവിടെ ഒരിക്കൽ സ്പെഷ്യൽ സെഷൻ കൊടുക്കും അല്ലേ? കുട്ടികൾക്ക് സ്പെഷ്യൽ ചെല്ലേ, ഓരെല്ലാരും പോയിക്കോട്ടെ. അവർക്ക് പള്ളിയിൽ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലും കൊടുക്കും. അപ്പൊ ഷഹ്വാത്തിനെ ഫോളോ ചെയ്യുകയും നിസ്കാരം ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ടീം വരും. അതായത് ഭൗതികതയോടുള്ള അമിതമായ താല്പര്യം ജനിക്കുന്ന, ദീനിനെ അവഗണിച്ച് കാണുന്ന ഒരു സ്വഭാവം, മനസ്സിനെ കേടുവരുത്തുന്ന ഒരു രോഗമാണ് തർഫ്. തർഫ് എന്ന് പറഞ്ഞാൽ ടെർഫല്ല. തർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഭാടം. ഈ ഭൗതിക സുഖങ്ങളോടുള്ള ഒരു മനുഷ്യന്റെ മനസ്സിലെ അത് ഒരു മനുഷ്യൻ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ നിലക്കും അയാൾ തകർന്നു പോകും. മാത്രമല്ല അത് നമുക്കുണ്ടാണ്ട് ക്വാളിറ്റി അല്ല, അത് സത്യനിഷേധികളുടെ ക്വാളിറ്റിയാണ്. അതിക്രമകാരികളായിട്ടുള്ള അവർ പിൻപറ്റി മാ ഉത്രിഫു, അവർക്ക് ഭൗതികമായിട്ട് ആനന്ദവും ഉല്ലാസവും സന്തോഷവും സുഖവും ലഭിക്കുന്ന കാര്യത്തെ അവർ പിൻപറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ആർഭാട മനസ്സ് എന്ന് പറയുന്നത്, ഭൗതികതയോടുള്ള താല്പര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യനുണ്ടാവുന്ന ഒരു രോഗമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. ഇപ്പൊ നമുക്കെല്ലാവർക്കും അറിയാം, ഇസ്ലാമികമായിട്ടുള്ള വിവാഹ സദസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു മനുഷ്യന്റെ ദീനിന്റെ പാതി പൂർത്തിയായി എന്നാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിക്കാഹ് കഴിയുന്നതോടെ ദീനിന്റെ പാതി പൂർത്തിയായി. പക്ഷെ ഇന്ന് ആ നിക്കാഹിന്റെ സദസ്സുകൾ മലീമസമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഒരാഴ്ചയും 2 ആഴ്ചയും നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഫംഗ്ഷനുകളാണ്.
ഇവന്റ് മാനേജ്മെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള അവരുടേതായിട്ടുള്ള പ്രോജക്റ്റുകൾക്കനുസരിച്ച് ഒരാളുടെ സാമ്പത്തിക അവസ്ഥക്കനുസരിച്ച് അതിൽ നിന്ന് അയാൾ സെലക്ട് ചെയ്തെടുക്കുന്ന അവരുടെ സ്കീമുകൾ, മനസ്സിലല്ലേ? ഇന്നതെടുത്താൽ ഇത്ര ഐറ്റംസ് ഉണ്ടാവും, ഇത്ര പരിപാടികൾ ഉണ്ടാവും, അതിന് ഇത്ര റുപ്യ. ഇന്നതെടുത്തു കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുള്ളൂ, അതിന് ഇത്ര റുപ്യ. എന്നിട്ട് അവനവന് അഫോർഡബിൾ ആയിട്ടുള്ളത് ഏതാണോ അത് നോക്കിയെടുത്ത് അതിന് അവരെ അങ്ങ് വിട്ടേക്കുന്ന എല്ലാം ഒരു ആർഭാടത്തിന്റെ എക്സിബിഷനായി മാറിയിരിക്കുകയാണ്. എന്താണോ സോഷ്യൽ മീഡിയകളിലും മറ്റുമൊക്കെ കാണുന്നത് അത് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്ന, അതിൽ യാതൊരുവിധ നൈതികതയും ധാർമ്മികതയും പരിഗണിക്കാത്ത, ഈവൻ ഒരുപക്ഷെ ആ വീട്ടിൽ അവിടുത്തെ കാരണവന്മാരൊന്നും ജീവിച്ചിരിപ്പുണ്ടാവില്ല, തൊട്ടടുത്ത ദിവസം മരണപ്പെട്ടവരുണ്ടാവും, അതുമല്ലെങ്കിൽ വേറെ കുറെ പ്രയാസങ്ങൾ ഉണ്ടാവും, വലിയ രോഗങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ ആ ഫാമിലി തന്നെ ഉണ്ടാവും. ഇതെല്ലാം മറന്നുകൊണ്ടുള്ള പരിപാടിയാണ് പലപ്പോഴും. ഇനി സാമൂഹികമായിട്ട് നോക്കുമ്പോൾ ഗസയിലും മറ്റുമൊക്കെ വലിയ പ്രയാസത്തിനാണ് ആളുകൾ കഴിച്ചുകൂട്ടുന്നത്. എന്നിരുന്നാൽ പോലും ആർഭാടത്തിനും കാട്ടിക്കൂട്ടലുകൾക്കും അഭിനയങ്ങൾക്കും ഒരു കുറവുമില്ലാത്ത മനുഷ്യക്കൂട്ടത്തെ നമ്മൾ കാണുമ്പോൾ എത്രത്തോളമാണ് മനുഷ്യന്റെ മനസ്സ് മലീമസമാക്കപ്പെടുന്നത് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ജീവിച്ച കാലത്ത് എല്ലാ ആർഭാടവും ഉണ്ടായിരുന്നു. അവിടെ നബിക്കും സ്വഹാബത്തിനും നല്ല ഓഫറും ഉണ്ടായിരുന്നു. സ്ഥാനമാനമാണെങ്കിൽ അത് തരാം, സമ്പത്ത് വേണമെങ്കിൽ അത് തരാം, മക്കയിൽ ഏറ്റവും നല്ല സ്ത്രീകൾ വേണമെങ്കിൽ അത് തരാം. ഈ എല്ലാ ഓഫറുകളും ഉണ്ടായിട്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പട്ടിണി കിടന്നും പ്രയാസങ്ങൾ സഹിച്ചും ജീവിതം മുന്നോട്ട് നയിച്ചത്. അവിടുന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കിടക്കുന്ന പായ അത് ഈത്തപ്പനയുടെ ഓലയായിരുന്നു. റസൂലിന്റെ ദേഹം ആസകലം പാടുവീണത് കണ്ടിട്ട് അദ്ദേഹം കരഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഉമറെ താങ്കൾ കരയുന്നത്? അവിടുന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അങ്ങകലെ കിസ്റയും കൈസറും ഭരിക്കുന്ന ഭരണാധികാരികൾ സുന്ദരമായ കൊട്ടാരത്തിൽ അന്തിയുറങ്ങുമ്പോൾ അൻത റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലല്ലേ, അങ്ങ് അനുഭവിക്കുന്ന ഈ പ്രയാസം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ശരിയാണ് ഉമറെ, എന്താ ചെയ്യാ, ഈ ദീൻ പാലിച്ചുകൊണ്ട് നമ്മൾ ആകെ പിടുത്തം പോയി, വേണ്ടില്ലായിരുന്നു എന്നാണോ? അല്ല. അമാ തർലാ അൻ തകൂന ലഹുമുദ് ദുനിയ വലനൽ ആഖിറ. ഉമറെ, അവർക്ക് അല്ലാഹു ഈ ദുനിയാവിലാണ് കൊടുത്തത്, നമുക്ക് അല്ലാഹു പരലോകത്ത് സ്വർഗത്തിലാണ് നൽകുന്നത്. അതുകൊണ്ട് അമാ തർലാ, നിനക്ക് സംതൃപ്തിപ്പെട്ടുകൂടെ ഉമറെ? നോക്കൂ, സ്വഹാബത്തിന്റെ ജീവിതത്തിൽ അവർക്ക് നല്ല അവസ്ഥകളും അവസരങ്ങളും ഉണ്ടായിട്ട് അതെല്ലാം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. മഹാനായ ഹസൻ ബസരി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കൊരു സമൂഹത്തെ അറിയാം, ദുനിയാവ് അവരെ തേടി ഇങ്ങോട്ട് വന്നപ്പോൾ അവർ ദുനിയാവിൽ നിന്ന് ഓടി മറഞ്ഞവരാണ്. ആരാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്താണ്. അവർക്ക് നല്ല ഭക്ഷണം കിട്ടിയപ്പോൾ അവർ കരയാണ് ചെയ്തത്, അവർ വിഷമം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. അള്ളാഹുവിന്റെ പ്രവാചകൻ നേർത്ത റൊട്ടി പോലും ഭക്ഷിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഭവങ്ങൾ അയവിറക്കി വിതുമ്പുകയാണ് സ്വഹാബത്ത് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഭൗതിക ലോകത്തെ സുഖ സൗകര്യങ്ങൾ, ആർഭാടങ്ങൾ, അതിൽ മതിമറക്കുക എന്നത് ഒരിക്കലും നമുക്ക് പാടില്ലാത്തതാണ്. അങ്ങനെ ഒരു മൈൻഡ് നമുക്ക് ഉണ്ടാകാൻ പാടില്ല, ഒരു ഫെസ്റ്റിവൽ മൈൻഡ്. ഇന്നിപ്പോൾ ആൾക്കാർക്ക് അതാണ്. പിന്നിലെ വിശ്വാസം എന്താണ്, ആചാരം എന്താണ്, അനുഷ്ഠാനം അതൊന്നും നോക്കണ്ട. തിന്നാൻ കിട്ടുന്ന അവസരത്തിൽ നിങ്ങൾ അതൊന്നും പറയരുത്. ഒരു ഡാൻസ് കളിക്കാനും ഒരു പാട്ട് കൂടാനും ഒരു പരിപാടിയിലാക്കാനും ഒക്കെ കിട്ടുന്ന അവസരമാണ്. ആ അവസരത്തിൽ നിങ്ങൾ ഇടപെട്ടിട്ട് അവനവന്റെ ഭക്ഷണം മുടക്കരുത് എന്നാണ് ആൾക്കാർ പറയുന്നത്. നിങ്ങൾക്ക് എന്തിന്റെ കുറവാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നം എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്, അല്ലെ? ഈവൻ വലിയ വലിയ ബുദ്ധിജീവികളായി ചമയുന്ന സൗണ്ട് കൂട്ടല്ലേ, ഉറക്കി നല്ല അസ്വസ്ഥതണ്ട്, അല്ലെ? വലിയ വലിയ ബുദ്ധിജീവികളായി ചമഞ്ഞ് ചാനലിൽ കയറിയിരിക്കുന്ന ആൾക്കാർക്ക് പോലും അറിയില്ലത്രേ പല ആഘോഷങ്ങളുടെയും പിന്നിലുള്ള വിശ്വാസം എന്താണ്, ഐതിഹ്യം എന്താണ്. നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് വേണം അവർക്ക്. സത്യത്തിൽ അറിയാത്തത് കൊണ്ടല്ല, അറിയാത്ത പോലെ അഭിനയിക്കാണ്. കാരണം ഇവിടെ വലിയൊരു മാർക്കറ്റിംഗ് ഏജൻസിക്ക് ഇതിലൂടെ വരുമാനം കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ നോക്കി, മതപരമായ ആചാരങ്ങളാകട്ടെ, ഇത് മതത്തിന്റെ പേരിൽ നടക്കുന്ന ആചാരമാകട്ടെ,
അല്ലാത്ത മാമാങ്കങ്ങൾ, കല്യാണവും മറ്റു പരിപാടികളും ഗാനമേളകളും പൂരങ്ങളും മറ്റേതുമാകട്ടെ, അതിൻ്റെയൊക്കെ പിന്നിൽ വലിയ മാർക്കറ്റിംഗ് ഏജൻസികൾ, അതിലൂടെ വലിയ കച്ചവടവും വരുമാനവും മാർക്കറ്റ് സജീവമാകലുകളും സ്വപ്നം കാണുന്നുണ്ട്. അതുകൊണ്ട് 365 ദിവസവും വ്യത്യസ്ത ആഘോഷങ്ങൾ ഉണ്ടാക്കാനുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏത് പരിപാടി അങ്ങനെ തന്നെ. അത് പണം ഉണ്ടാക്കിയ മാർഗങ്ങളാണ്. നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ജാറങ്ങളും അറിയപ്പെടുന്ന പൂരങ്ങളും മറ്റും നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ബോധപൂർവം ക്രിയേറ്റ് ചെയ്താണ്. ആരും നോക്കാത്ത, ആരും തിരിഞ്ഞു നോക്കാത്ത ഇടങ്ങൾ എങ്ങനെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിയും എന്ന് ആലോചിച്ചുണ്ടാക്കി അവരവിടെ ആഘോഷങ്ങൾ ഉണ്ടാക്കി, അവിടെ വരെ പൂരങ്ങളും അതുപോലെ തന്നെ ഉറൂസുകളും സംഘടിപ്പിച്ചിട്ടാണ് അവിടെ വലിയ ജനക്കൂട്ടം വന്നത്. വലിയ ജനക്കൂട്ടം വരുമ്പോൾ അവർക്ക് വലിയ വരുമാനം കിട്ടും, അവിടെ വലിയ കച്ചവടം നടക്കും, ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന വലിയ ബിസിനസ് നടക്കും. അതാണ് എല്ലാത്തിൻ്റെയും പിന്നിൽ. അതുകൊണ്ട് ഈ ഒരു ഫെസ്റ്റിവൽ മൈൻഡ് നമ്മുടെ മനുഷ്യന്മാരുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ഒരു വൈബ് ആകാം, അല്ലേ? ഒരു വൈബ് ആകാം. ഒരു ടൂർ പോകുമ്പോൾ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു പാട്ടില്ലെങ്കിൽ ഒരു ചാട്ടല്ലെങ്കിൽ എന്ത് ടൂറാണ് എന്നാണ് ചോദിക്കുന്നത്. അതൊന്നും ഇല്ലാണ്ട് പോയാൽ ടൂർ ആവൂല എന്നുള്ളിടത്താണുള്ളത്. ഹറാമായ കാര്യങ്ങളുടെ ചേരുവകൾ ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള സംഗതികൾ ആകൂ, ആഘോഷമാകൂ, സന്തോഷം കിട്ടൂ എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുമ്പോ പരലോകത്തിന് വേണ്ടി ജീവിക്കുന്ന, സ്വർഗം ആഗ്രഹിക്കുന്ന, പടച്ചറബിന്റെ പ്രീതിക്ക് വേണ്ടി പണിയെടുക്കുന്ന, മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്ക് സ്വർഗം വാങ്ങണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഇത് രണ്ടും കൂടെ ചേർത്ത് എങ്ങനെ പോകാൻ പറ്റുക? ഒരിക്കലും പോകാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ഈമാനും നമ്മുടെ മനസ്സിന്റെ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളും ഒരിക്കലും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരം സ്വഭാവങ്ങളിൽ നമ്മൾ മാറി നിന്നില്ലെങ്കിൽ നമ്മുടെ ദുനിയാവും നമ്മുടെ പരലോകവും നമുക്ക് നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകും. വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ നയിക്കും. അതാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ആർഭാട മനസ്സ് നമുക്കുണ്ടാക്കുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അത് ചിലപ്പോ എങ്ങനെ ഉണ്ടാവുക പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആവുക, ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആവുക. അവിടെ ദീനിന്റെ ചിത്രമോ ദീനിന്റെ മറ്റു കാര്യങ്ങളൊന്നും നോക്കൂല. മുടി വളർത്തുമ്പോഴും മുടി വെട്ടുമ്പോഴും മൊക്കന ധരിക്കുമ്പോഴും അല്ലെ, വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴും ഒക്കെ ഇന്നിപ്പോ എന്താ, ആണിനും പെണ്ണിനും ഒരേ ഡ്രസ്സാണ്. കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പെണ്ണുങ്ങളുടെ ഡ്രസ്സാണ് എന്ന് കോമൺ റീഡിങ് വരും. അപ്പൊ പിന്നെ അന്നത്തെ കാലത്തെ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് അതീകാരം അല്ലെ. കൊല്ലങ്ങൾക്ക് മുമ്പ് സ്ത്രീകള് കുപ്പായം തുണിയായിരുന്നു. അന്ന് സ്ത്രീയുടെ വേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ കുപ്പായം തുണിയാണ്. ഇനിയൊരു 10-20 കൊല്ലം കഴിയുമ്പോൾ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് എന്താ വെച്ചാൽ ആണുങ്ങളെ പാന്റും കുപ്പായമാണ് എന്നായി മാറും. അപ്പൊ അന്ന് ഒരാൾ ചോദിക്കൂല നീ എന്താ എങ്ങനെ ധരിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കൂല. കാരണം അന്നത്തെ വേഷം അതായിരിക്കും. മനസ്സിലുണ്ടോ? അപ്പൊ അതൊരു കുറ്റമല്ലാത്ത അവസ്ഥയായിട്ട് മാറും സമൂഹത്തിന് മുന്നിൽ. ഏതും അങ്ങനെയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, അവസാന കാലഘട്ടമാകുമ്പോൾ പലതും ഹലാലായിട്ട് മാറും. വ്യഭിചാരം ഹലാലാകും, പുരുഷന്മാർ പട്ടുവസ്ത്രം ധരിക്കും, കള്ള് വ്യത്യസ്ത പേരുകൾ വെച്ച് വ്യത്യസ്ത ബ്രാൻഡുകളായി, വ്യത്യസ്ത കമ്പനികളായി, വ്യത്യസ്ത അളവുകളായി പല കോലത്തില് കുടിപ്പിക്കപ്പെടും. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അവസാന കാലത്ത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഹലാലാണെന്ന് പറയും. ഇന്ന് പണ്ഡിതന്മാരൻ എന്താ പറയണത്? ദീനിന്ന് തെറ്റിക്കുമെങ്കിൽ ഹറാമ്, ദീനിന്ന് തെറ്റിക്കൂലെങ്കിൽ ഹലാല്. റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അവസാന കാലഘട്ടത്തിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഹലാലാണെന്ന് പറയുന്ന അവസ്ഥയുണ്ടാകും. അപ്പൊ ഇതൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു കോലത്തിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പൊ ആളുകളെല്ലാം മോഡേൺ ആവും, കേട്ടല്ലേ? എല്ലാവരും ലിപ്സ്റ്റിക്കും കൺമഷിയും ഫൗണ്ടേഷനും ഒക്കെ അടിച്ച് ബ്യൂട്ടിയായി, ഗ്ലാമറായി, പുതിയ പുതിയ രൂപങ്ങളും ട്രെൻഡുകളും അല്ലെ. ഒരു കാലത്ത് ഇങ്ങനെ ഷോള് ഒരു ഭാഗത്ത് തൂക്കിയിട്ടില്ലായിരുന്നു, പിന്നെ 2 ഭാഗത്തേക്ക് തൂക്കിയിട്ടില്ലായി. കോലങ്ങൾ മാറി 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 വരികയാണ്. മനസ്സിലായില്ലേ? അപ്പോ ഈ ഒരു അവസ്ഥകളൊക്കെ ഇതിന്റെ ഭാഗമാണ്. കൂടുതൽ സൗന്ദര്യബോധം ഉണ്ടാവുക എന്നത് ഇതിന്റെ ഭാഗമാണ്. മാറി മാറി പുതിയ പുതിയ വേഷങ്ങൾ ധരിച്ച് എപ്പോഴും ഇങ്ങനെ പെർഫെക്റ്റായി നടക്കുക എന്നുള്ളത് ഇതിന്റെ ഭാഗമാണ്. ഏറ്റവും നല്ല ഭക്ഷണം, ഏറ്റവും നല്ല ബ്രാൻഡ്, ഏറ്റവും നല്ല കട, അവിടെ പോയിട്ട് കുറച്ച് മേശ നിറച്ചും ഭക്ഷണം ഓർഡർ ചെയ്ത്
കുറേയൊക്കെ അവിടെ ബാക്കിയിട്ട് എന്നിട്ട് ആ മറ്റേ വെയിറ്റർക്ക് ഒരു ടിപ്പും കൊടുത്ത് പോരുമ്പോ എന്തോ നേടിയൊരു ചാരിതാർത്ഥ്യം അല്ലേ? വീട്ടിലത്തെ ഭക്ഷണം വേണ്ടാതെ വരിക, ഇത്തരത്തിലുള്ള ഭക്ഷണത്തോട് ആർത്തി കൂടുക. നമ്മുടെ നാട്ടിൽ കല്യാണത്തിന് ക്ഷണിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് അല്ലേ? അവന് കല്യാണം ഉണ്ടായിട്ട് എന്നെ ക്ഷണിച്ചില്ല, അത് വലിയ പ്രശ്നമാണ്. എന്നാൽ ചില നാട്ടിലൊക്കെ ക്ഷണിച്ചില്ലെങ്കിൽ ഞാൻ ഇതിന് പോകണ്ടല്ലോ എന്ന നിലക്കാണ് അവരുള്ളത്. എന്നാൽ ചില നാട്ടിൽ അങ്ങനെയല്ല. അവരെ ക്ഷണിക്കണം, അവർക്ക് എമ്പാടും കഴിക്കണം. ഇതൊക്കെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള പരിപാടികൾ, വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ, ന്യൂ ഇയർ, ഓണം, വിഷു, ക്രിസ്മസ്, നബിദിനം, ഇങ്ങനെ കുറേ ഡേയ്സ്, വിവിധങ്ങളായിട്ടുള്ള ഹഫലാത്തുകൾ, അതുപോലെ തന്നെ പിന്നെ മാറി മാറി വാഹനങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റിയെടുക്കുക. ഇടക്കിടക്ക് ഇങ്ങനെ പുതിയ പുതിയ വണ്ടികൾ ഇങ്ങനെ ഇറക്കുക. ചിലപ്പോൾ വാടക എടുക്കണ അയക്കാരം, എന്നാലും ആളുകളെ മുമ്പിൽ കൊണ്ടുവന്നൊന്ന് നിർത്തിയിട്ട് ആളുകളൊക്കെ ഒന്ന് സെൽഫി എടുത്ത് കുറച്ച് കാലത്തിനെങ്കിലും ഒരു അടവനെടുത്തിട്ട് തിരിച്ചു കൊടുത്ത് വീണ്ടും റീപ്ലേസ് ചെയ്യുന്ന അത്തരം കാര്യങ്ങളൊക്കെ ഇതിന്റെ ഭാഗമാണ്. വീടുകൾ വെച്ചിട്ട്, വീടുകൾ നിർമ്മിച്ചിട്ട് എന്ത് ചെയ്യും? കുടിയിരിക്കലൊക്കെ നടത്തി, വമ്പം കുടിയിരിക്കലൊക്കെ നടത്തും. പിറ്റത്തെ കൊല്ലം വീണ്ടും ആ വീടിന്റെ മുമ്പിൽ ഒരു കർട്ടൻ. എന്താണ്? റെനോവേഷൻ ആണ് അല്ലേ? പിന്നീട് അതിന്റെ ഷേപ്പൊക്കെ മാറ്റി, കോലങ്ങളൊക്കെ മാറ്റി ലക്ഷ്യങ്ങൾ ഇറക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ പണി. ചിലപ്പോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കിച്ചന്റെ ഭാഗത്തേക്കാരം പണിയെടുക്കുക, പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഫ്രണ്ടിലേക്കാരം പണിയെടുക്കുക അല്ലേ? ഫ്രണ്ടേജ് ഇങ്ങനെ പരമാവധി ഗ്ലാമറാക്കാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റി കൊണ്ടുവരുന്ന അല്ലെ? ബാക്ക് എത്ര വിശാലമായാലും സൗകര്യം പോരാ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും വിശാലപ്പെടുത്തി ഒന്ന് മുറിച്ച് അങ്ങോട്ടിട്ട്, അവിടുന്ന് ഇങ്ങോട്ട് മുറിച്ച് ഇങ്ങോട്ടിട്ട്. ഇതൊക്കെ ഈ ഒരു പിന്നെ മനുഷ്യനെ ബാധിക്കുന്ന ആർഭാടത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ എപ്പോഴും കളിക്കാൻ, വിനോദത്തിൽ ഏർപ്പെടാൻ, രസങ്ങളിൽ മുഴുകാൻ. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ഫോണായതുകൊണ്ട് എളുപ്പമാണ്. ഇടക്കിടക്ക് ഇങ്ങനെ തോണ്ടിക്കളിക്കാം, അതിൽ വിനോദങ്ങൾ കാണാം, കോമഡികൾ കാണാം. സിനിമ കാണാൻ പറ്റുമോ? ഇല്ല. അന്യ പെണ്ണിനെ നോക്കാൻ പറ്റുമോ? ഇല്ല. മ്യൂസിക് കേൾക്കാൻ പറ്റുമോ? ഇല്ല. എന്നാ ഈ ആൾക്കാരൊക്കെ ഷോർട്സ് കാണുന്നില്ലേ? ഉണ്ട്. ഷോർട്സിൽ എന്താ ഉള്ളത്? അന്യ സ്ത്രീയാണ്, അന്യ പുരുഷനാണ്, മ്യൂസിക്കാണ്, സിനിമന്റെ കട്ടിങ്സ് ആണ്, ക്ലിപ്പിങ്സ് ആണ്. പല സിനിമ പാട്ടുകളും വെച്ചിട്ട്, ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് അവരവരുടെ സാധനങ്ങൾ വിടുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾ പോലും മൂളിപ്പാടുന്നു പുതിയ പുതിയ പാട്ടുകൾ. എവിടുന്നാ ഇപ്പൊ ഇവന് കിട്ടിയത്? എന്റെ വീട്ടിൽ സിനിമ ഇല്ലല്ലോ, കേബിൾ ഇല്ലല്ലോ, എവിടുന്നാ അത് കിട്ടിയത്? ഷോർട്സ് നിന്ന് കിട്ടിയതാണ്, റീൽസ് നിന്ന് കിട്ടിയതാണ്, യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ ഇത്തരം വിനോദങ്ങളോടുള്ള താല്പര്യം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി, അവള് ദീൻ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അവള് ചോദിച്ചൊരു ചോദ്യം, ഇൻസ്റ്റാഗ്രാം വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്കതിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. ഞാൻ മാറാൻ ശ്രമിച്ചിട്ടും എനിക്ക് മാറാൻ പറ്റുന്നില്ല. എനിക്കൊരിക്കലും അത് മാറാൻ പറ്റൂല. ഞാൻ എന്താ ചെയ്യാ? അപ്പൊ അതിന്റെ ഫസ്റ്റ് വരി, ഇൻസ്റ്റാഗ്രാം വലിയ അപകടങ്ങളിലേക്ക് എത്തിക്കുമെന്ന് എനിക്കറിയാമെന്നാണ്. മനസ്സിലായില്ലേ? എന്നിട്ടും എനിക്ക് മാറാൻ പറ്റുന്നില്ല. അപ്പൊ അത്രയും വലിയ അഡിക്ഷനാണ് ഇത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാഴ്ചകൾ, ഗെയിമുകൾ അല്ലെ? ഗെയിമിന് ഫോൺ കൊടുക്കേണ്ട കുട്ടി ആത്മഹത്യ ചെയ്യാം. ഇതൊക്കെ മനസ്സിനെ ബാധിക്കുന്ന രോഗത്തിന്റെ ഭാഗമാണ്. ഇത്തരം സുഖങ്ങളോട്, രസങ്ങളോടുള്ള താല്പര്യം ജനിക്കുക എന്നുള്ളത്. അമിതമായി സുഖിക്കണം, രസിക്കണം, ആർമാദിക്കണം, ഉല്ലസിക്കണം എന്ന ആ ഒരു ത്വര, എൻ്റെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം എന്ന ആ ഒരു ജ്വരം, സമ്പത്ത് ഒരുപാട് നമുക്ക് കുമിഞ്ഞുകൂടുന്ന സാഹചര്യം ഉണ്ട്. റസൂൽ പറഞ്ഞേ, ഞാൻ നിങ്ങൾക്ക് ദാരിദ്ര്യം ഭയക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആരും ഭയക്കണ്ട. ഞാൻ നിങ്ങൾക്ക് ദാരിദ്ര്യം ഭയക്കുന്നില്ല. ഞാൻ നിങ്ങളെ ഭയക്കുന്നത് ദുനിയാവിന്റെ സൗകര്യങ്ങളുടെ ഡോറുകൾ മലർത്തി തുറക്കപ്പെടുന്നതിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഭയക്കുന്നത്. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ചെറുപ്പകാലം ഒരു മിഠായി വാങ്ങാൻ പൈസ ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു ചായ എടുക്കാൻ പൈസ ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. ആ കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോയി അല്ലേ? ഏത് ഫുഡും നമുക്ക് കഴിക്കാം, ഇഷ്ടമുള്ളതെല്ലാം വാങ്ങാം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യം. മാത്രവുമല്ല, ഇന്നത്തെ കാലത്ത് കുട്ടികൾ ചോദിക്കുന്നതൊക്കെ കൊടുക്കുകയാണ് അല്ലേ? അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കുകയാണ്. അവിടെ നമ്മളെ നയിക്കുന്ന ഘടകം എന്താണ്?
എനിക്ക് കിട്ടാത്തത് എൻ്റെ കുട്ടികൾ ആസ്വദിക്കട്ടെ, ഞാനോ ഇങ്ങനെയായി, അതുകൊണ്ട് അവർ എമ്പാടും സുഖിക്കട്ടെ. അങ്ങനെയല്ല, ജീവിതത്തിന്റെ രണ്ടും അവർ അനുഭവിക്കണം. സന്തോഷം അനുഭവിക്കണം, ദുഃഖം അനുഭവിക്കണം, കിട്ടുമ്പോഴതും അനുഭവിക്കണം, കിട്ടാതിരിക്കുമ്പോഴും അനുഭവിക്കണം, എല്ലാം അനുഭവിക്കണം. രണ്ടും അനുഭവിച്ച് ജീവിക്കുമ്പോഴാണ് അവർക്ക് ഏത് അവസ്ഥയെയും തരണം ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെ നമ്മളെയൊക്കെ അടക്കം ബാധിക്കുന്ന ഒരു രോഗമാണ് ഇത്തരത്തിലുള്ള ഫെസ്റ്റിവൽ മൈൻഡ്, ഒരു ആർഭാട മനസ്സ്, കൂടുതൽ റിച്ച് ആയിരിക്കാൻ, കൂടുതൽ ബ്യൂട്ടി ആയിരിക്കാൻ, കൂടുതൽ ഹാപ്പി ആയിരിക്കാൻ, റിസ്ക് ഇല്ലാതെ അല്ലെ കംഫേർട്ട് സോണിൽ സുഖിച്ച് ജീവിക്കാൻ. അതാണ് പെൺകുട്ടികളൊക്കെ പറയുന്നത്. ഇന്നത്തെ വിവാഹത്തിന്റെ വലിയ പ്രശ്നം, ആണുങ്ങൾ നമ്മളെ കെട്ടിക്കൊണ്ടുപോവാണ്, എന്നിട്ട് അവരെ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ്. നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, നമ്മളെ വീട്ടിൽ തന്നെ ഇരുന്നോട്ടെ എന്നാണ് പറയുന്നത്. ആണുങ്ങൾ ഇങ്ങോട്ട് വരട്ടെ, അപ്പൊ ആണുങ്ങൾ ബുദ്ധിമുട്ടാവൂലേ? നിങ്ങൾ അങ്ങോട്ട് പോയി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, ആണുങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ബുദ്ധിമുട്ടാവും. അപ്പൊ അവസാനം എന്താ സംഭവിക്കുക? കല്യാണത്തിന് വേണ്ട, എയറിൽ കല്യാണം നടത്തേ, എവിടെ ഒന്നോ ഞാൻ ഇവിടെ നിൽക്കാം, എന്നാൽ രണ്ടാക്കും പ്രശ്നമല്ല. എന്നിട്ട് നമ്മുടെ മക്കൾ ഉണ്ടാകട്ടെ, ആ മക്കളെ നമുക്ക് രണ്ടിനും നടുവിൽ എന്ത് ചെയ്യാം, പോറ്റി വളർത്താം. അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്താണ്, എല്ലാവർക്കും കംഫേർട്ട് സോണിൽ നിൽക്കണം. ആർക്കും ചളിയാവാൻ ആരും റെഡിയല്ല, വിയർക്കാൻ ആരും റെഡിയല്ല, അധ്വാനിക്കാൻ ആരും റെഡിയല്ല. ഇത് മനസ്സിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. അത്തരം രോഗത്തിൽ നിന്ന് നമ്മൾ നമ്മളെ ശുദ്ധമാക്കണം. അതുപോലെ തന്നെ മറ്റൊരു അപകടകരമായ രോഗമാണ് കാപട്യം എന്ന് പറയുന്നത്. കാപട്യം രണ്ട് വിധത്തിലാണ്. ഒന്ന്, വിശ്വാസത്തെ ബാധിക്കുന്ന കാപട്യമുണ്ട്, കർമ്മത്തെ ബാധിക്കുന്ന കാപട്യമുണ്ട്. വിശ്വാസത്തെ ബാധിക്കുന്ന കാപട്യം എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് സ്വീകരിക്കാതിരിക്കുക. രണ്ടാമത്തത് ചിലത് സ്വീകരിക്കുക, ചിലത് ഒഴിവാക്കുക. മൂന്നാമത്തത് നബിയോട് ദേഷ്യം വെക്കുക. നാലാമത്തത് നബി കൊണ്ടുവന്ന ചിലതിനോട് ദേഷ്യം വെക്കുക. ചിലതിനെ സ്വീകരിക്കുക, ചിലതിനോട് ദേഷ്യം. സംഭവം നബി ആ പല്ല് തേക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഔ സാറാ. പിന്നെ നഖം മുറിക്കണം പറഞ്ഞത് അത് അതിനേക്കാൾ ടോപ്പാ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എനിക്ക് തീരെ പിടിച്ചില്ല. പലിശനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അതെനിക്ക് അത്രക്കും പിടിച്ചില്ല. അങ്ങനെ ചിലതിനെ ഇഷ്ടപ്പെടുക, ചിലതിനെ വെറുക്കുക, അതൊക്കെ കാപട്യത്തിന്റെ ലക്ഷണമാണ്. വിശ്വാസികൾക്ക് വല്ല സഹായവും ഉണ്ടാകുമ്പോൾ മനസ്സ് വേദനിക്കുക, വിശ്വാസികൾക്ക് വല്ല പരാജയവും ഉണ്ടാകുമ്പോൾ മനസ്സ് സന്തോഷിക്കുക. ഇതൊക്കെ കാപട്യത്തിന്റെ, വിശ്വാസത്തെ ബാധിക്കുന്ന കാപട്യമാണ്. കാപട്യത്തെ ഒരു മനുഷ്യന്റെ മനസ്സിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ രോഗമാണ്. അതുകൊണ്ട് ആ സ്വഹാബത്തിനെ കുറിച്ച് താബീകൾ പറഞ്ഞത്, ഞാൻ ലഖദ് അദ്റക്തു 30 മിൻ അസ്ഹാബി റസൂലില്ലാഹ്, നബിയുടെ 30-ലധികം സഹാബത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. കുല്ലുഹും യഖാഫൂന നിഫാഖ അലാ നഫ്സിഹി, എല്ലാവരും കാപട്യത്തെ ഭയപ്പെട്ടവരായിരുന്നു. എന്താ കാപട്യം? കാപട്യം എന്താ? പുറത്തേക്ക് ഈമാൻ, പുറത്തേക്ക് ദീന്, പുറത്തേക്ക് അസ്സലാമു അലൈക്കും, എന്നാ ഉള്ളിലോ കുഫ്റും ശിർക്കും ഖുറാഫാത്തും ദീനിനോടൊരു മതിപ്പും ഉണ്ടാവില്ല. പക്ഷെ പുറത്തേക്ക് ഇതിങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കും, അതിന്റെ ചിഹ്നങ്ങളൊക്കെ കാണിക്കും, ഉള്ളിലുണ്ടാവില്ല. ഇതാണ് കാപട്യം. അതുകൊണ്ട് തന്നെ അവര് സംസാരിച്ച കളവ് പറയും, അവരുമായി വല്ല കരാറിലും ഏർപ്പെട്ട് അവരെ വഞ്ചിക്കും. അതൊക്കെ നമ്മൾ വെറുതെ അന്നത്തെ ഇതിന് പറഞ്ഞാലേ, അഡ്വാൻസ് ആയിട്ട് പോന്നിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു അഗ്രിമെന്റ് ഒക്കെ എഴുതി എന്നല്ലാണ്ട് ആരാ അഗ്രിമെന്റ് ഒക്കെ ഫോളോ ചെയ്യണേ എന്നാണ് അവർ ചോദിക്കുക. പിന്നെ എന്തിനാ കുഞ്ഞോ ഈ അഗ്രിമെന്റ് വെച്ചത്? എഗ്രിമെന്റ് വെച്ചത് ഫോളോ ചെയ്യാനല്ലേ. എഗ്രിമെന്റ് വെച്ചിട്ട് അത് വെച്ച് പണി ആരംഭിച്ചിട്ട് പിന്നീട് എനിക്കിത് നഷ്ടമാണ്, നഷ്ടവും ലാഭിച്ച് ആദ്യം കണക്കൂട്ടണ്ടേ? ചില ആൾക്കാരെ പതിവ് സ്വഭാവമാണത്. കരാറിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ആ കരാറിന് വിരുദ്ധമായിട്ടുള്ള പണിയെടുക്കും, അതിനേക്കാൾ കൂടുതൽ പണം വാങ്ങും, പറഞ്ഞതുപോലെ ചെയ്യാതെ അതിൽ കള്ളക്കളി ചെയ്യും. മനസ്സിലായില്ലേ? പുറത്തേക്ക് നല്ല ബ്രാൻഡഡ് കമ്പി ഇങ്ങനെ തള്ളിവിടും, ടാറ്റ TMT എന്നൊക്കെയാണ്. ഉള്ളിൽ അതിന്റെ പകുതി വിലന്റെ കമ്പിയായിരിക്കും. അത് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വിടുന്നത് നല്ല ബ്രാൻഡഡ് കമ്പി, 4 പീസ് എടുത്താൽ മതി. മൊത്തം നല്ല കമ്പിയാണെന്ന് വെത്തി തീർക്കാൻ വേണ്ടിയിട്ട് കള്ളത്തരം ചെയ്യുക. ഇതൊക്കെ കാപട്യമാണ് അല്ലേ? പരസ്പരം പിണങ്ങിയാൽ തെറിവിളിക്കൽ കാപട്യമാണ്. വല്ല കരാറിലും ഏർപ്പെട്ടാൽ അത് ലംഘിക്കൽ കാപട്യമാണ്. അമാനത്ത് പാലിക്കാതിരിക്കൽ കാപട്യമാണ്. വായ തുറന്നാൽ കളവ് പറയൽ കാപട്യത്തിന്റെ ലക്ഷണമാണ്. ഇതൊക്കെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളാണ്.
വിശുദ്ധ ഖുർആനും കപടതയുടെ അടയാളങ്ങൾ ഒരുപാട് പറഞ്ഞു അല്ലേ? അവർ നിസ്കരിക്കാൻ നിൽക്കുമ്പോ കാമൂ കുസാല, മടിയന്മാരായിട്ടാണ് നിൽക്കുക. യുറാഊനന്നാസ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അവർ നമസ്കരിക്കുക. നിസ്കാരത്തിൽ അള്ളാഹനെ ഒട്ടും അവർക്ക് ഓർമ്മയുണ്ടാവുകയില്ല. പടച്ചോനെ ഓർമ്മയില്ലാത്ത ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അലസമായിട്ട് നിസ്കരിക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയണ പള്ളിക്ക് പോണണ്ടാ തന്നെ അറിയാം കപട വിശ്വാസിയാണോ വിശ്വാസിയാണോ. അത് ആടിക്കഴിഞ്ഞ് ആർക്കാനും വേണ്ടി ഓക്കാനിക്കാൻ പോകുന്ന ചില ആൾക്കാരുണ്ടാവും അല്ലെ? ഉമ്മ നിർബന്ധിച്ചിട്ട് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നിസ്കരിക്കണമെന്നുണ്ടാവില്ല, വാതിലൊക്കെ കുറ്റിയിട്ടിട്ട് അല്ലാഹു അക്ബർ സമി അല്ലാഹു ലിമൻ ഹമിദ അല്ലാഹു അക്ബർ ബെഡ് കിടക്കുന്നേക്കാരം നിസ്കരിക്കണ്ടാവില്ല. നിസ്കാരം ഭയങ്കര വെറുപ്പായിരിക്കും. സുബഹിയും അസറും കപട വിശ്വാസിക്ക് ഭയങ്കര ഭാരമുള്ള നിസ്കാരം, രണ്ടും ഉറക്കിന്റെ ശേഷമുള്ള നിസ്കാരം. അതുകൊണ്ട് സുബൈക്കും പള്ളി ഉണ്ടാവില്ല, അസറിനും പള്ളി ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ പിന്നെ അസറിന് ഉറക്കില്ലാത്തതുകൊണ്ട് അസർ പിന്നെ കളിയും ജോലിയും ഒക്കെ ആയിട്ട് അങ്ങനെ പോകും. ചില ആൾക്കാർ പിന്നെ എന്താ വെച്ചാൽ ഒരുമിച്ച് കൂട്ടിയടിക്കലാണ്. രാവിലെ മുതൽ രാത്രി വരെ ഉള്ളത് ഫുള്ള് കൂട്ടിയടിച്ചിട്ട് പിന്നെ സുജൂദ് കടന്നിട്ട് ഒരു പ്രാർത്ഥനയും കുറെ ദിക്റും കുറെ തസ്ബീഹും. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു സുജൂദ് കിടക്കുന്ന പരിപാടി ഉണ്ട്, അതെന്താണ്? ഞാൻ പറഞ്ഞു മൂപ്പരോടനെ ചോദിക്കണം എന്താണെന്നുള്ളത്. ആര് ആ ചെയ്യണോനോടെ, ഓന് വല്ല കവായിദി ഉണ്ടോന്ന് അറിയണല്ലോ ഈ ചെയ്യണ എന്തിനാണെന്നുള്ളത്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് നിസ്കാരത്തിന് മടി, നിസ്കരിക്കാൻ മടി, നിസ്കാരത്തിന് വരണവും മടിച്ചിട്ട് നിസ്കരിക്കാൻ നിൽക്കണവും മടിച്ചിട്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ തട്ടിത്തടഞ്ഞ് സലാം വീട്ടിന് മുമ്പ് പോയിട്ട് ആണ് ചേർന്നിട്ട് പിന്നെ സലാം വീട്ടിയാൽ എണീറ്റുന്നിട്ട് വേഗം നിസ്കരിച്ച് പോകാലോ. അങ്ങനെ കുറെ ആൾക്കാർ ഏത് പള്ളിയിലാണ് ഖുത്ബ കൂടുതൽ കുറവ് അത് നോക്കിയിട്ട് മലയാളം അറബി ഇതൊന്നും നോക്കാതെ ഏതെങ്കിലും പള്ളി കയറും. അവിടെ വേഗം തീരുന്നു, അവിടെ പോവാ. അവിടെ വൈകി തുടങ്ങി വേഗം തീരും. എന്നിട്ട് വേഗം തീർന്നിട്ട് എടുക്കാൻ പോകല്ലേ? എടുക്കില്ല, അവിടെ കൊലയും എന്നിട്ട് ഷോർട്സ് കാണാം. മനസ്സിലായി? കേട്ടാൽ തോന്നും വല്ല ജില്ലാ കളക്ടറാണ്. പണി ഉണ്ടായിട്ടൊന്നല്ല, പണി എടുത്തിട്ട് വേണം ലീവ് എടുക്കാനാണല്ലേ, ആ ടീമാണ്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എന്നാ ഭയങ്കര തിരക്കാണ്. എവിടെ ചെന്നെ കാണാനല്ലോ, ഫുൾ തിരക്ക്. എന്താ പരിപാടിയൊന്നും ആയില്ല. ഈ ടൈപ്പ് കുറെ ആൾക്കാരുണ്ട്. ഒരു നോക്കണം എന്താണ്, എവിടെയാണ് ഏറ്റവും കുറച്ച് ഓതുക, ആ പള്ളിയിൽ എല്ലാ ദിവസവും. ഞാൻ ഇങ്ങനെ എപ്പോഴും ആലോചിക്കുന്നുണ്ട് ഈ പള്ളിയിൽ തന്നെയാണോ. അവിടെ സുബൈക്ക് വത്തീനി ഉണ്ടാവുക. ഞാൻ ചെന്നിടത്തോളൊക്കെ വത്തീനി വസ്സൈത്തൂൻ വത്തൂരി സീൻ. ഇനി മൂപ്പർക്ക് വേറെ സൂറത്ത് അറിയാത്തതുകൊണ്ടാണോ, ബേക്കുള്ള ആൾക്കാർ ഇത് ഓതിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണോ, അതൊന്നും അറിയില്ല. ആളുകൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് എളുപ്പം തീരണം അല്ലേ? അങ്ങനത്തെ ഒരു മൂഡാണ്. നിസ്കാരം അത്ര മതി, ദീനിയായ കാര്യങ്ങൾ അത്ര മതി. അതൊക്കെ കാപഢ്യമാണ്. കാപഢ്യം ഭയങ്കര അപകടമാണ്. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കപട വിശ്വാസികളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. റസൂലുള്ള മദീനത്തെ കപട വിശ്വാസികളുടെ ലിസ്റ്റ് ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഹുദൈഫത്തുൽ യമാന്റെ അടുക്കൽ ചെന്ന് ചോദിക്കാണ്, റസൂലുള്ള മദീനയിലെ കപട വിശ്വാസികളുടെ പട്ടിക പറഞ്ഞ കൂട്ടത്തിൽ ഉമർ ഇബ്നു ഖത്താബ് എന്ന ഒരു പേരുണ്ടോ? അതായത് ഇത്രേ ഉള്ളൂ. ഐഫോണിന്റെ കേസ് ഉണ്ട്, ഉള്ളില് ഏതോ ലോക്കൽ കമ്പനിന്റെ സാധനമാണ്. മനസ്സിലാണ്ടല്ലോ? എന്നാൽ ഒന്ന് കേസും ഉള്ളും ഐഫോണാണ്, മറ്റൊന്ന് കേസ് മാത്രമാണ് ഐഫോണ്, ഉള്ളില് വേറെ അതൊക്കെ ലോക്കൽ കമ്പനി. 1500 റുപ്യന്റെ സാധനമുള്ളൂ മൊത്തത്തില്. ഇത് രണ്ടും തമ്മിൽ എങ്ങനെ ഉണ്ടാവും? ഇതാണ് ശരിക്കും ഒരു മുഅ്മിനും കപട വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം. ആർക്കും അറിയില്ല. നമ്മുടെ മുസല്ലയിലുണ്ടാവും, നമ്മുടെ കൂട്ടത്തിലുണ്ടാവും, പണ്ഡിതന്മാരുടെ കൂട്ടത്തിലുണ്ടാവും, സാധാരണക്കാരുടെ കൂട്ടത്തിലുണ്ടാവും, ആണുങ്ങളിലുണ്ടാവും, പെണ്ണുങ്ങളിലുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു കാപഢ്യം നമ്മെ ബാധിക്കുന്നില്ലെന്ന് നമ്മൾ ഉറപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. കപടതയുടെ ലക്ഷണങ്ങൾ നമുക്കുണ്ടാകാൻ പാടില്ല. കപട വിശ്വാസികളെ ബാധിക്കുന്ന അടയാളങ്ങൾ നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. അവർ കാണിക്കുന്ന അടയാളങ്ങളായിട്ട് ഖുർആൻ പറഞ്ഞ ഈ പറയപ്പെട്ട കാര്യങ്ങളൊന്നും അവർക്ക് നമുക്കുണ്ടാകാൻ പാടില്ല. എന്നുവെച്ചാൽ അവർക്ക് ഭയങ്കര മടിയകാരം ദീന്റെ കാര്യങ്ങൾ ചെയ്യാൻ. യുദ്ധത്തിനൊക്കെ വിളിച്ചപ്പോ ഈ ചൂടത്ത യുദ്ധം എന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ടൈറ്റ് അഞ്ഞങ്ങളൊരു പിരിവും എന്ന് പറയും ചില ആൾക്കാർ. കപട വിശ്വാസികൾ യുദ്ധത്തിന് വിളിച്ചപ്പോൾ അവർ പറഞ്ഞ അതാണ്, ഈ ചൂടത്ത് യുദ്ധം. അപ്പോൾ ഖുർആന്റെ ആയത്തിറങ്ങിയത്, നബി അവരോട് പറ, നാറു ജഹന്നമ അശദ്ദു ഹർറാ, നരകത്തിന്റെ തീ
ഈ സൂര്യന്റെ ചൂടിനേക്കാൾ കടുത്ത ചൂടാണ്. അവരോടത് പറഞ്ഞതാണ്, മനസ്സിലായില്ല? അപ്പൊ എല്ലാറ്റിനും മടി, ചിലവഴിക്കാൻ മടി, പിന്നെ മുസ്ലിങ്ങളോടൊരു വിദ്വേഷം, അവരുടെ കൂട്ടുകെട്ട് ദീനില്ലാത്ത ആൾക്കാരുടെ കൂടെയായിരിക്കും. മുഅ്മിനീങ്ങൾ ഒരു മോശപ്പെട്ട നിലക്ക് നോക്കുന്ന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിനെയും വഞ്ചിക്കുന്ന, ആരാധനയിൽ മടി കാണിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളെ നാട്ടിൽ ഇങ്ങനെയാണ്, ഇവിടെ നബിദിനൊന്നുമില്ല. എന്നാ ഭാര്യന്റെ വീട്ടിൽ പോയാൽ അവിടെ നബിദിനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെന്നാൽ അങ്ങനെയും ഇവിടെ ചെന്നാൽ ഇങ്ങനെയാണ്. അതൊക്കെ അവിടെ വിശ്വാസത്തിന്റെ സ്വഭാവമാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാണ്, അയിലും അല്ല ദീലും അല്ല എന്ന നിലക്ക് ഇങ്ങനെ നിൽക്കും. പിന്നെ ദീനുള്ള ആൾക്കാരെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും, എന്താ വിശേഷം, നിങ്ങൾക്ക് കാണാറുണ്ട് യൂട്യൂബിൽ നല്ല ഈമാൻ ഉണ്ടാക്കുന്ന പ്രസംഗാട്ടോ. പിന്നെ അതേ ആൾ നമ്മളപ്പുറത്ത് കള്ളൻഷാപ്പിൽ ക്യൂ നിൽക്കണ കാണും. അപ്പൊ എന്തുകൊണ്ടാണ് മൂപ്പർക്ക് ഈ പ്രസംഗം കേൾക്കുമ്പോൾ ഈമാൻ ഉണ്ടാകുന്ന രഹസ്യം എപ്പോഴാണ് മനസ്സിലായത്? ഇടയ്ക്കിടയ്ക്ക് വീശുമ്പോ മൂപ്പർക്ക് ഒരു ഈമാൻ കൂടും, മനസ്സിലായില്ല? അപ്പൊ കരച്ചിലൊക്കെ ഇങ്ങനെ വരുമായിരിക്കും. ഇങ്ങനെ ചില ആൾക്കാരുണ്ട്. മുഅ്മിനീങ്ങളെ കാണുമ്പോ നമ്മളിങ്ങളെ പണ്ടിട്ടാ എന്തേ വിത്ത് യു. പിന്നെ വേറെ ടീമിന്റെ അടുത്ത് പോകുമ്പോ ഞമ്മക്ക് പാര വെക്കുക, ഉള്ളിൽ കൂടെ തുരങ്കുണ്ടാക്കുക, എങ്ങനെയൊക്കെ പൂട്ടാൻ പറ്റുമോ, പൂട്ടിച്ചാൻ പറ്റുമോ, പ്രയാസപ്പെടുത്താൻ പറ്റുമോ, അതൊക്കെ നോക്കും. ഇതൊക്കെ കപട വിശ്വാസികളുടെ സ്വഭാവമാണ്. പിന്നെ മുസ്ലിങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുക. അല്ല, ഓൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ, എന്നെ കുറിച്ചാണ് പറഞ്ഞത്. അതെനിക്ക് മനസ്സിലായില്ല. എനിക്ക് എന്നാലും ഓൻ ഭയങ്കര ആളാണ്, പക്ഷെ എനിക്കത് മനസ്സിലാവും. കുഴപ്പമുണ്ടാക്കുക ആൾക്കാർക്ക്. നല്ല ജയിലിക്ക് നടക്കുന്ന കാണുമ്പോൾ ഭയങ്കര അസ്വസ്ഥത. എന്താ ഈ കുടുംബം എല്ലാവരും പാടെ ഒരു വണ്ടി തന്നെ പോകും? ഇവരിങ്ങനെ വിട്ടാൻ പറ്റൂല, അവർ തമ്മിൽ തെറ്റിക്കണം. അതിന് എന്താ ചെയ്യാൻ പറ്റുക? എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും തമ്മിൽ തെറ്റിക്കണം. ഇതാണ് കപട വിശ്വാസികളുടെ ഒരു അജണ്ട എന്ന് പറയുന്നത്, മനസ്സിലായില്ല? ഇതൊക്കെ അവർക്ക് ബാധിക്കുന്ന ദുസ്വഭാവങ്ങളാണ്. മനുഷ്യനെ മനസ്സിനെ ബാധിക്കുന്ന മാരകമായ രോഗമാണ് ഈ കാപട്യം. അത് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. പ്യുവറായിരിക്കണം, പടച്ചോനിൽ പേടിയുണ്ടായിരിക്കണം, ദീനീ കാര്യത്തിൽ താല്പര്യമുണ്ടായിരിക്കണം, ഖുശൂ ഉണ്ടായിരിക്കണം, അമലു സ്വാലിഹാത്തിലും നന്മകൾക്കും താല്പര്യമുണ്ടായിരിക്കണം. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സ്വർഗം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. തിന്മ വിരോധിക്കണം, നന്മ കൽപ്പിക്കണം. കപട വിശ്വാസം നേരെ ഓപ്പോസിറ്റാണ്. അത് നബിന്റെ അടുത്ത് പോകണ്ടേ, അത് ജൂതന്റെ അടുത്ത് പോയിക്കോളൂ. എന്തൊരു മിസ്റ്റേക്ക് ഒരു മുഅ്മിന്റെ ഭാഗത്ത് സംഭവിച്ചപ്പോൾ നബിന്റെ അടുത്ത് പോകണ്ട, അങ്ങോട്ട് ഇയാളെ ജൂതന്റെ അടുത്ത് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് വിശ്വാസികളെ ജൂതന്റെ അടുക്കിലേക്ക് തിരിച്ചുവിടുന്ന സ്വഭാവം, ഇതൊക്കെ കപട വിശ്വാസികളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ ബാധിക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. മനസ്സിനെ ബാധിക്കുന്ന മുഫ്സിദാത്തുൽ ഖുലൂബ്, മനസ്സിനെ ബാധിക്കുന്ന ഫസാദാക്കുന്ന അസുഖങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. പണ്ഡിതന്മാർ അതൊക്കെ വലിയ ലിസ്റ്റുകളാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽപ്പെട്ട ഒന്നാണ് ഗഫ്ലത്ത്, അശ്രദ്ധ. ദീനിന്റെ കാര്യം ഗൗരവമായിട്ട് കാണാതിരിക്കാം, അതിനെ നിസ്സാരമാക്കി വിടുക. ദുനിയാവിന്റെ കാര്യം നിസ്സാരമാക്കി വിടുന്നതിന് പകരം ദീനിന്റെ കാര്യം നിസ്സാരമാക്കി വിടുക. അതൊന്നും അത്ര വലിയ വിഷയമല്ല. ആരാപ്പ് ചെയ്യാത്തത്, ആരാപ്പ് കാണാത്തത്, ആരാപ്പ് പറയാത്തത്. നിങ്ങൾ ഏത് കാലക്കാരാണ്? നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കുക? ഒരു കുട്ടികളൊരു ഡാൻസ് കളിച്ചപ്പോ എന്താ പ്രശ്നം? ആകാശം ഇടിഞ്ഞു പോകും. അപ്പൊ അതാണ്, ആകാശം ഇടിഞ്ഞു വീണാലാണ് ഒരു കാര്യം തെറ്റ്. തിരുവനന്തപുരത്ത് ക്യാമ്പസ് കുട്ടികൾ, ആൺകുട്ടികളുടെ മടിയിൽ പെൺകുട്ടികൾ ഇരുന്നു. എന്നിട്ട് അവർ ചോദിച്ചു, ഇങ്ങനെ ഇരുന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുമോ? അതിനിപ്പോ അങ്ങോട്ട് തിരിച്ചിരുന്നാലും ഇങ്ങോട്ട് തിരിച്ചിരുന്നു, അവന്റെ തലയിൽ കയറിയിരുന്നാലും, ഇനിയിപ്പോ ഒരാളെ തലമേ മറ്റാളെ തല ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുത്തനെന്നാലും ആകാശം ഇടിഞ്ഞു പോകുന്നില്ല. കാരണം ആകാശം ഒരാൾ എവിടെ ഇരിക്കുന്നു നോക്കിയിട്ടല്ല. ആകാശത്തിന്റെ കൺട്രോള് മനുഷ്യന്റെ ഈ ഭാഗത്തല്ല, മനസ്സിലായേ? അത് മനുഷ്യന് ഭക്ഷണം കൂടുതൽ തിന്നാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാണ്, കൺട്രോള് മാത്രമേ ഇവിടെ ഉള്ളൂ, മനസ്സിലാണ്ടല്ലോ. അപ്പൊ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ആകാശം ഇടിഞ്ഞു വീഴുകയോ അപ്പൊ അത് കുറ്റം, ഇല്ലെങ്കിൽ അത് കുറ്റമല്ല എന്നൊരു അവസ്ഥയാണുള്ളത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഹറാമാണെന്ന് പറഞ്ഞത് ഹറാം, അത് ഹലാൽ എന്ന് പറഞ്ഞാൽ അത് ഹലാൽ. അപ്പൊ അള്ളാഹ് ഹറാമാക്കിയത് ഗൗരവമാണ്, അതിൽ അശ്രദ്ധ കാണിക്കാൻ പാടില്ല. വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൊണ്ടു കൊടുക്കണ്ടാവും. ഉമ്മമാര് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടാവും, വീട് വൃത്തിയാക്കുന്നുണ്ടാവും, മക്കൾക്ക് വേണ്ട എല്ലാ സംഗതികളും കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ഈ മക്കൾ എങ്ങനെ ജീവിക്കുന്നു, അവരുടെ കൂട്ടുകെട്ട് ആരാണ്, അവരെവിടേക്കാണ് പോകുന്നത്, സംശയിക്കണം എന്നല്ല, മനസ്സിലല്ലേ? കുട്ടികൾ ഇങ്ങനെ ചിന്തിക്കണം, ഇയാൾ ഇവിടെ കത്തിക്കാൻ വന്നാണോ, നമ്മളെങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്, അങ്ങനെയല്ല. സംശയിക്കണം എന്നല്ല പറയണേ. പക്ഷെ നമ്മുടെ കുടുംബത്തിന്റെ ദീന് നമ്മൾ നോക്കിയില്ലേ ആര് നോക്കും? അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ച ബാധ്യതയാണിത്.
ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, വിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഭർത്താവ് നിസ്കരിക്കുന്നുണ്ടോ? മൂപ്പര് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? മൂപ്പര് ഹലാല് മാത്രമാണോ സമ്പാദിക്കുന്നത്? പലിശ കടന്നുകൂടുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ നോക്കണം. വേറെ ആരെ നോക്കാം? സമയാസമയം ലിസ്റ്റ് ഇങ്ങനെ അയച്ചു കൊടുത്താൽ പോരാ. ഇന്ന ഇന്ന സാധനങ്ങൾ വാങ്ങണം, ലിസ്റ്റ് മാത്രം പോരാ. എന്താണ് ജോലിയുടെ അവസ്ഥ? എന്താണ് വരുമാനം? ഹലാല് മാത്രമല്ലേ കടന്നുകൂടുന്നത്? അതൊക്കെ ഉറപ്പിക്കണം. ആ കാര്യത്തിന് അശ്രദ്ധ ഉണ്ടാവാൻ പാടില്ല. മക്കളുടെ ദീനിന്റെ കാര്യത്തിന് അശ്രദ്ധ ഉണ്ടാവാൻ പാടില്ല. പറഞ്ഞു സലാസത്തുൻ, 3 വിഭാഗം ആളുകൾ അവർ സ്വർഗത്ത് പോകൂല. ആരാണ്? ഒന്ന്, മുദ്മിനുൽ ഖംറ്, മുടുകുടിയൻ. രണ്ടാമത്തേത് വൽ ആഖ്, മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവൻ. മൂന്നാമത്തേത് അദ്ദയ്യൂസ്, അരദയ്യൂസ് അല്ലദീ യുഖിറു ഫീ അഹ്ലിഹിൽ ഖുബ്സ്, കുടുംബത്തിൽ നീചവൃത്തി നടക്കുന്നതിനെ എതിർക്കാത്ത രക്ഷിതാവ്. വീട്ടിൽ എന്താ നടക്കണമെന്ന് അറിയാത്ത രക്ഷിതാവ്. വീട്ടിൽ തനിച്ച ഹറാമുകൾ നടക്കുന്നുണ്ടാവും, അതിനെതിരെ ശബ്ദമുയർത്താത്ത രക്ഷിതാവ്. അത്തരം കാര്യങ്ങളൊന്നും ഗഫ്ലത്ത് ഉണ്ടാകാൻ പാടില്ല, ഗൗരവമാണ്. നോക്കി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കുട്ടി ഈത്തപ്പഴം തിന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയുടെ വായിൽ കൈയിട്ട് തുപ്പിച്ച് കളഞ്ഞു. കുട്ടിയല്ലേ അല്ലേ? അതാണ് ആൾക്കാർ പറയാം, അത് കുട്ടികളെ സന്തോഷത്തിന് ഓര് ചെയ്യല്ലേ, ചെയ്തോട്ടെ, എന്താ നിങ്ങൾക്ക് നിങ്ങളെ പണി നോക്കിയാൽ പോരെ. ലക്കും ദീനിക്കും വലിയ ദീന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? മാനുവോ, ലക്കും ദീനിക്കും വലിയ ദീൻ എന്താ പറഞ്ഞത്? ഓരോരുത്തരും തോന്നിമാരി ജീവിച്ചോട്ടെ എന്നതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഖുർആന്റെ ആവശ്യമില്ലല്ലോ, നബിന്റെ ആവശ്യമില്ലല്ലോ. ഖുർആനിൽ ലക്കും ദീനിക്കും വലിയ ദീന് മാത്രമല്ലല്ലോ. ഫമൻ കാന ഫല്യുമിൻ വമൻ കാന ഫല്യക്ഫുർ ഇന്നാ അഅതദ്നാ ലിദ്ദാലിമീന നാറാ. ഇഷ്ടമുള്ളവൻ വിശ്വസിക്കട്ടെ, ഇഷ്ടമില്ലാത്തവൻ അവിശ്വസിക്കട്ടെ. അവിശ്വസിച്ച് അധർമ്മത്തിന്റെ വഴി സ്വീകരിക്കുന്നവരെ നിങ്ങൾക്ക് നരകം കാത്തിരിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഇഷ്ടമുള്ള സ്വീകരിക്കാന്ന അല്ല, അല്ല, ദീനിന്റെ വഴിയെ സ്വീകരിക്കാൻ പറ്റുമെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ തോന്നിമാതിരി ജീവിച്ചോട്ടെ എന്ന് പറയാൻ പറ്റില്ല. ദീനിന്റെ കാര്യത്തിലുള്ള ഗഫ്ലത്ത് അത് മനസ്സിനെ ബാധിക്കുക. അപ്പൊ നമ്മള് ആസ് എ പേഴ്സൺ, ഞാൻ എന്ത് കാണുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് പറയുന്നു, ഞാൻ എന്ത് സമ്പാദിക്കുന്നു, ഞാൻ ഈ പോക്ക് പോയ എവിടേക്കാണ് പോകുക, ഇത് നമ്മൾ ചിന്തിക്കണം. എന്റെ കുടുംബത്തിന്റെ ദീനീ കാര്യങ്ങൾ എന്താണ്? എന്റെ മക്കളുടെ കാര്യം എന്താണ്? എന്റെ ഇണകളുടെ കാര്യം എന്താണ്? ഈ പോക്ക് പോയാൽ അവരെവിടെത്തും? ആ ചിന്ത നമുക്ക് വേണം. ദീനീ കാര്യത്തിൽ ഉണ്ടാകുന്ന ഗഫ്ലത്ത് നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന രോഗമാണ്. അതുപോലെ തന്നെ ദുനിയാവിനോടുള്ള ആഗ്രഹം, ദുനിയാവിനോടുള്ള ആഗ്രഹം, വകറാഹിയത്തുൽ മൗത്ത്, മരിക്കാനുള്ള വെറുപ്പ്, ഇത് മനസ്സിനെ ബാധിക്കുന്ന രോഗമാണ്. സഹോദരന്മാരെ, ഖുർആൻ എന്താ പറഞ്ഞത്? വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. നമ്മൾ എത്ര ഉണ്ടാക്കിയാലും ശരി, എത്ര നേടിയാലും ശരി, ഇതൊക്കെ ഇവിടെ വിട്ടേച്ച് പോകാനുള്ളതാണ്. ഒന്നും നമ്മൾ കൊണ്ടുപോകും. മനസ്സിലായി? എത്ര വലിയ പണക്കാരനാണെങ്കിലും എത്ര വലിയ കോടീശ്വരനാണെങ്കിലും ഒന്നും കൊണ്ടുപോകില്ല. കൊണ്ടുപോകുന്നത് 3 തുണി മാത്രമാണ്. അതുകൊണ്ട് ദുനിയാവിനുള്ള ആർത്തി നമ്മൾ വെടിയണം. അധികാരമോഹം മനസ്സിനെ ബാധിക്കുന്ന മറ്റൊരു രോഗമാണ്. അത് നമ്മളെ അപകടത്തിലേക്ക് എത്തിക്കും, നമ്മുടെ ദീൻ തെറ്റിക്കും. ഇഷ്ക്, പ്രണയം മനസ്സിനെ ബാധിക്കുന്ന രോഗമാണ്. അയാളുടെ സൗന്ദര്യം, അയാളുടെ ദീന്, അയാളുടെ പേഴ്സണാലിറ്റി എന്നെ ആകർഷിച്ചു, അതൊന്നുമല്ല. മനസ്സിൽ പിശാച് രോഗമുണ്ടാക്കി. അതുകൊണ്ട് സ്ത്രീകളോട് പറഞ്ഞത് വലാ തഖ്ലഅന ബിൽ ഖൗൽ, നിങ്ങൾ വാക്കിൽ തനിമയത്വം കാണിക്കരുത്. അന്യപുരുഷനോട് സംസാരിക്കുമ്പോൾ കൊഞ്ചിക്കൊഴിഞ്ഞ് ഫ്രണ്ട്ലി ആയിട്ട് ടോക്ക് ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ ടോക്ക് ചെയ്താൽ മനസ്സിൽ രോഗമുള്ളവന് നിങ്ങളോട് അട്രാക്ഷൻ തോന്നും. അപ്പൊ അത് രോഗമാണ്. മനസ്സിലാണ്ടോ? ഒരാണിനൊരു പെണ്ണിനെ കിട്ടുക കല്യാണത്തിലൂടെയാണ്, നിക്കാഹിലൂടെയാണ്. അതല്ലാത്ത വഴികൾ മനസ്സിനെ ബാധിക്കുന്ന രോഗമാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇഷ്ക് എന്നൊരു രോഗം ബാധിച്ചിട്ടുണ്ട്. ഒരു പെണ്ണിനോടുള്ള പ്രണയം എന്നെ അന്ധനാക്കിയിട്ടുണ്ട്, എന്നെ ഉപദേശിക്കണം പറഞ്ഞു. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് കൊടുത്ത ഉപദേശമാണ് പിൽക്കാലത്ത് അദ്ദാഉ വദ്ദവാഉ എന്ന പേരിൽ ഒരു കിതാബായി തന്നെ മാറിയത്. തറകട്ടിന്റെ ബുക്ക്. എനിക്കൊരു അസുഖം ബാധിച്ചിട്ടുണ്ട്, പ്രണയമാണ്, ഒരു പെണ്ണിനോടുള്ള പ്രണയമാണ് എന്ന് പറഞ്ഞു വന്ന ആക്ക് കൊടുത്ത മറുപടിയാണ് തറകട്ടിലുള്ള പുസ്തകം. അതെന്താണ്? അപകടമാണ്.
അപ്പൊ ഈ കുഞ്ഞു പ്രായത്തിൽ 8ലും 9ലും 10ലൊക്കെ എത്തുമ്പോൾ തന്നെ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് അട്രാക്ഷൻ തുടങ്ങും. എന്നിട്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ട് പറയും ഞാൻ എന്നെ കെട്ടാൻ ചിന്നെ കെട്ടണം. എന്നിട്ട് ഒരു 10-12 കൊല്ലം പ്രേമിച്ചടക്കും. എന്നിട്ട് ഇത് കെട്ടുമ്പോത്തിനെല്ലാം മൂത്ത് അങ്ങെത്തി ഉണ്ടാവും. പറയാനുള്ളതും ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ടാവും. പിന്നെ ഓ തമ്മിൽ കല്യാണം കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പിന്നെ എന്താ ഉള്ളത്? ഒന്നുമില്ല. അതുകൊണ്ട് നല്ല ഒരു ഫ്യൂച്ചർ, നല്ല ഒരു ദാമ്പത്യം, നല്ലൊരു സമാധാന ജീവിതം കിട്ടാൻ അള്ള വെച്ചത് വിവാഹമാണ്. അത് എത്ര സൗന്ദര്യം കുറഞ്ഞവനാകട്ടെ, സമ്പത്ത് കുറഞ്ഞവനാകട്ടെ, തറവാട് കുറഞ്ഞവനാകട്ടെ, ദീനുള്ളവനാണോ അതിലൂടെ നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടും. ദീനിയായിട്ടുള്ള ഒരു ബന്ധമാണോ അതിലൂടെ സമാധാനവും സന്തോഷവും കിട്ടും. അല്ലാണ്ട് കിട്ടൂല. എന്തേ? കോടതി മുറിയിൽ നിന്ന് മകൾ ബാപ്പയുടെയും ഉമ്മയുടെയും മുഖത്ത് നോക്കി പറഞ്ഞു ഞാൻ ഇവന്റെ കൂടെ പോവാണ്. പോയി. അവൻ അവൾക്ക് ഒരു കുട്ടിയെ സമ്മാനിച്ചു. അവസാനം അടിയായി, വക്കാണമായി. അവൾ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. രണ്ടുപേരും പിരിയാമെന്ന് തീരുമാനിച്ച് ഡൈവേഴ്സിന്റെ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് അങ്ങനെ നോമ്പ് കാലത്ത് അവൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് സലാം പറഞ്ഞ് പിരിയാം. അങ്ങനെ സലാം പറയാൻ വേണ്ടി വന്നതാണ് യാസർ. മനസ്സിലല്ലേ? നോമ്പ് തുറന്ന് നിൽക്കുന്ന അവളെ കത്തിയെടുത്ത് കുത്തിക്കൊന്നു. ആരാ? ഇവനിലാണ് എനിക്ക് സമാധാനം, സന്തോഷം. ഇവനാണ് എന്നെ പൊന്നുപോലെ നോക്കുക. ഇവനെ എനിക്ക് ആദ്യമേ പരിചയമുണ്ട്. ആദ്യമേ പരിചയപ്പെട്ട ഒരാളാണ് എനിക്ക് തുടർച്ചയായിട്ട് മുന്നോട്ട് പോകാൻ നല്ലത് എന്ന എല്ലാ കാമുകന്മാരുടെ ഇക്വേഷനും നെഞ്ചോട് ചേർത്ത് വെച്ച് കോടതിയിൽ നിന്ന് ഓന്റെ കൂടെ ഇറങ്ങിപ്പോയതാണ്. എന്തേ ഒരു മുസ്ലിം പെണ്ണ് ആ മുസ്ലിമിന്റെ കൂടെ ഇറങ്ങിപ്പോയിട്ട് അവൾ തിരിച്ചു വന്നത്? അല്ലേ? ദിയെ എന്തോ ഒരു പേരുള്ള പെണ്ണ് എന്തേ ഓന്റെ കൂടെ ഇറങ്ങിപ്പോയതാ. പിന്നെ അവൻ എന്ത് ചെയ്തു? കള്ളു കുടിക്കാൻ നിർബന്ധിച്ചു. ഉറപ്പല്ലേ? എന്ത് സെക്യൂരിറ്റിയാണ് ഓന്റെ കൂടെ ഇറങ്ങിപ്പോയാനൊക്കെയുള്ളത്? കാരണം തോന്നിവാസത്തിലൂടെ ഉണ്ടാക്കിയൊരു ബന്ധത്തിൽ എങ്ങനെ പരസ്പരം വിശ്വാസവും എന്ത് കമ്മിറ്റ്മെന്റുമാണ്. എന്ത് തോന്നിയാസം ചെയ്യിക്കൂലേ? ഇന്ന് കണ്ടുകുടിപ്പിച്ചു, നാളെ വേറൊരുത്തന്റെ കൂടെ കിടക്കാൻ പറഞ്ഞാല്, മറ്റന്നാളെ കഞ്ചാവ് കടത്താൻ പറഞ്ഞാല് എന്തും ചെയ്യിക്കാലോ. കാരണം സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നല്ലേ, ആരുമില്ലല്ലോ വെക്ക്. അതുകൊണ്ട് മനസ്സിനെ ബാധിക്കുന്ന രോഗമാണ് ഇഷ്ക്. ആ ഇഷ്ക് ഉണ്ടാകാൻ പാടില്ല. ഹലാലായിട്ട് മാത്രമാണത് പൂർത്തീകരിക്കേണ്ടത്. ഹലാലായി പൂർത്തീകരിക്കുന്നിടത്ത് പോലും ഒരിക്കലും നമ്മുടെ ദീനിനോ ആരാധനക്കോ നമ്മുടെ സൽക്കർമ്മങ്ങൾക്കോ ദഅവത്തിനോ അത് തടസ്സമാകാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളുണ്ട്. എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തമാക്കിയിട്ട് മനസ്സിനെ ശുദ്ധമാക്കി കൊണ്ടുപോകാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ദീനീ വിജ്ഞാനം അപ്ഡേറ്റ് ചെയ്യലാണ്. ഖുർആനും സുന്നത്തും നല്ലോണം പഠിക്കുക. മനസ്സിലായില്ലേ? ഡെയിലി നല്ല ഉപദേശങ്ങൾ കേൾക്കുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, തഫ്സീർ വായിക്കുക. നമുക്ക് അൽഹംദുലില്ലാഹ് ഒരു പള്ളിയുണ്ട്. സുബഹ് നിസ്കാരത്തിന് ശേഷം അമാനിമേലയുടെ തഫ്സീർ വായിക്കലുണ്ട്. അവിടെ ഒരു ഭാഗം ഇങ്ങനെ വായിച്ചു പോയാൽ നമ്മൾ അറിയാതെ കവർ ചെയ്യപ്പെടും. ഇതുപോലത്തെ വിജ്ഞാനവേദികൾ, പീസ് റേഡിയോയിലുള്ള ക്ലാസ്സുകൾ നിരന്തരമായി ദീനീ ടച്ചുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? അത് പഠിക്കുക. അതാണ് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പണ്ഡിതന്മാർ പറയാണ് അമലാണ്. ഹൃദയത്തെ നന്നാക്കാൻ ഏറ്റവും നല്ലത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കലാണ്. ഇപ്പൊ നിസ്കരിക്കുമ്പോ, നോമ്പ് നോൽക്കുമ്പോ, പ്രാർത്ഥിക്കുമ്പോ, ദിക്ർ ചൊല്ലുമ്പോ, ഖുർആൻ പാരായണം ചെയ്യുമ്പോ, ദാനധർമ്മങ്ങൾ നിർവഹിക്കുമ്പോ നമുക്കതിന്റെ ഒരു നേട്ടം നമ്മുടെ ഹൃദയത്തിലുണ്ടാകും. ഹൃദയം മലീമസമാകാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് നിർബന്ധവും ഐച്ഛികവുമായിട്ടുള്ള പുണ്യപ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കലാണ് ഹൃദയത്തെ ശുദ്ധമാക്കാനുള്ള വഴി. പണ്ഡിതന്മാർ പറയാണ് ഹൃദയം ശുദ്ധമാകാൻ ഏറ്റവും നല്ല മെഡിസിൻ അത് ഖുർആനാണ്. നല്ലോണം ഖുർആൻ ഓതുക. പിശാചിന്റെ എല്ലാ ഉപദ്രവവും നമ്മുടെ ഹൃദയത്തിനകത്താണ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യന്റെ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്നവനാണ് ശൈത്താൻ. ആ ഹൃദയത്തിൽ വസ്വാസ് ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ നല്ലോണം ഖുർആൻ ഓതുക, നല്ല ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക, പടച്ചോനോട് നല്ലോണം പ്രാർത്ഥിക്കുക, നല്ല കൂട്ടുകൂടുക, നല്ല ഈമാനുള്ള മനുഷ്യന്മാരൊപ്പം കൂട്ടുകൂടുക. എത്രയോ ആൾക്കാർ. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു സ്ഥലത്ത് ക്ലാസ് ഉണ്ടായിരുന്നു. അതൊരു ഒഴിഞ്ഞ സ്ഥലമാണ്. അവിടെ മനോഹരമായൊരു പള്ളിയും അവിടെ സ്കൂൾ ഓഫ് ഖുർആനും സൺഡേ മദ്രസയും നമ്മുടെ കുല്ലിയത്തുൽ ഹദീസും എല്ലാം ഉണ്ട്. ഇപ്പോ
പക്ഷെ ഒഴിഞ്ഞൊരു സ്ഥലത്താണ്. അപ്പൊ ഞാൻ ഈ ഒഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ഒരു പള്ളി ഉണ്ടായത്. അപ്പോ ഇതുപോലത്തെ ഒരാള് മൂപ്പർക്കാണ് ആദ്യം ഹിദായത്ത് കിട്ടിയത്. മൂപ്പർ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് അവിടെ ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് പോലെ മരത്തിൽ കെട്ടിയുണ്ടാക്കിയ ഏറുമാടുണ്ട്. അവിടെ പോയി ഇരുന്നിട്ട് അമാനിമല തഫ്സീർ ഫ്രണ്ട്സിനെ കൂടെ കൂട്ടിയിരുന്നിട്ട് വായിക്കും അത്ര. അങ്ങനെ ഖുർആന്റെ ആ തഫ്സീർ പഠിക്കുന്ന ആ ടേസ്റ്റ് അവർക്ക് കിട്ടിയപ്പോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഓരോരുത്തർ മാറി. പിന്നെ അവരവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ചർച്ച ചെയ്യും. അപ്പുറത്ത് സുന്നിപ്പള്ളി നടക്കുന്ന ഖുറാഫാത്ത് ചർച്ച ചെയ്യും, നമുക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി ഇല്ലാത്ത കാര്യം ചർച്ച ചെയ്യും. അവസാനം അവർ തീരുമാനിച്ച് ഞമ്മക്കൊരു പള്ളി ഉണ്ടാക്കണം. അങ്ങനെ അവരെന്നെ സ്ഥലം വാങ്ങി അവരെന്നെ പള്ളിയും വെച്ച്. ഒക്കെ ചെറിയ ചെറിയ ബിസിനസ് നടത്തുന്ന ആൾക്കാരാണ്. അവര് തന്നെ സ്വന്തമായിട്ട് പള്ളി നിർമ്മിച്ച് അവിടെ. അപ്പൊ എന്താണ്, നല്ല കൂട്ടുകാർ. അവരിപ്പോ അൽഹംദുലില്ലാ പുതിയ നമ്മുടെ മെമ്പർഷിപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് സജീവമായിട്ട് പോകാൻ നിൽക്കുകയാണ്. ഞാനൊരു ക്ലാസ്സിന് പോയതാണ്. എന്നോട് പറഞ്ഞ് മാസത്തിൽ ഒരു ദിവസങ്ങളും ഇങ്ങോട്ട് വരണം പറഞ്ഞു. അപ്പൊ അത്രയും ആത്മാർത്ഥമായിട്ട് അവർ സെറ്റ് ടീമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ നല്ല ദീനീ ബോധമുള്ള ആളുകളുടെ കൂടെ, കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും, ഞാൻ കുട്ടികളോടൊക്കെ പറയാറുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമുക്ക് രണ്ട് കാര്യം പറ്റും. ഒന്ന്, നമ്മളൊരു സ്കൂളിൽ ചെന്നിട്ട് അവിടെയുള്ള ഫ്രണ്ട്സിന്റെ കൂടെ അവരുടെ ട്രെൻഡും അവരുടെ ഇഷ്ടങ്ങൾക്കും അതിനനുസരിച്ച് അതിലേക്ക് ലയിച്ചു ചേരാം. അങ്ങനെ അതിലേക്ക് ലയിച്ചു ചേരുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് ഒരു ഐഡന്റിറ്റി ഇല്ലാണ്ടാവുക ചെയ്യണം, നമുക്കൊരു പേഴ്സണാലിറ്റി ഇല്ലാണ്ടാവുക ചെയ്യണം, നമുക്കൊരു വാല്യൂ ഇല്ലാണ്ടാവുക ചെയ്യണം. അപ്പൊ ഞാൻ പറയാറുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ദീനിന്റെ വഴിയിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. നമ്മൾ ലീഡറായിട്ട് മാറണം. ആ ഗ്യാങ്ങിന്റെ ലീഡർ നമ്മളാകണം. അപ്പൊ ലഞ്ച് ബ്രേക്കിന് നമുക്കുള്ള പണി എന്താ? ഫുഡ് കഴിക്കുക, നമ്മളെല്ലാവരും നിസ്കരിക്കാൻ പോവാ, തൊട്ടടുത്ത പള്ളിയിൽ പോയി നിസ്കരിച്ച് പ്രാർത്ഥിച്ച് ക്യാമ്പസിലേക്ക് തിരിച്ചു വരിക. അങ്ങനെ ആ ഗ്രൂപ്പിനെ നമ്മൾ ഹൈജാക്ക് ചെയ്യണം. അല്ലാണ്ട് അങ്ങോട്ട് പോയിട്ട് അയക്കാൻ ലയിച്ചു പോകാൻ ആർക്കും പറ്റൂലേ. അതിലിപ്പോ എന്താ ഉള്ളത്? ഇതൊക്കെ ഞങ്ങളുടെ ഗ്യാങ് ആണ്, എന്ത് കാര്യമുള്ളത്? അതിലൊന്നുമില്ല. ഞാന് ഒരു റമദാനിലാണ് ബഹ്റൈനിലേക്ക് പോകുന്നത്. ഈദ് ഖുത്ബ നിർവഹിക്കാൻ പോവാ ബഹ്റൈനിലേക്ക്. ഒറ്റ രാവിലെ പാതിരാക്കാണ് ഫ്ലൈറ്റ്. ഞാൻ എൻ്റെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് അത്താഴമായി ഞാൻ കഴിച്ച് കൈ കഴുകാൻ വേണ്ടിയിട്ട് വാഷ്റൂമിൻ്റെ അടുക്കേക്ക് പോകുമ്പോൾ ഒരു 10ഓളം യുവാക്കൾ കൂടി നിന്ന് അത്താഴത്തിന്റെ സമയത്ത് അവിടെ കള്ളു കുടിക്കുകയാണ്. അതിൽ ഞാൻ പലരെയും നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ഗ്യാങ്ങിന് വേണ്ടി കുടിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. മനസ്സിലായില്ലേ? ആ ഗ്യാങ്ങിന് വേണ്ടി കുടിക്കുന്ന നിഷ്കളങ്കരായ യുവാക്കളാണ് എനിക്ക് അവിടെ കാണാൻ പറ്റിയത്. മനസ്സിലാണ്ടോ? അപ്പൊ പലരും സ്വന്തം ഇഷ്ടപ്രകാരമല്ല, ഗ്യാങ്ങിന് വേണ്ടി ചെയ്യാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നല്ല ഒരു ഗ്യാങ് ഉണ്ടാക്കണം. മുതിർന്നവരാണെങ്കിലും യുവാക്കളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും വിദ്യാർത്ഥിനികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടാക്കിയിട്ട് നല്ല നിലക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇതിനൊക്കെയുള്ളൊരു വഴി. പിന്നെ എൻഗേജ്ഡ് ആവുക, എപ്പോഴും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും പറ്റിയ ഒരു അവസ്ഥയിൽ നമ്മൾ എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. സഹോദരന്മാരെ, നമ്മുടെ ഈ ഒരു വിഷയം വളരെ വിശാലമാണ്. ഇത് പണ്ഡിതന്മാർ 10, 20, 30, 40 എപ്പിസോഡുകൾ ചെയ്തതാണ്. മനസ്സിലായില്ലേ? ഒരു കിതാബിൽ ഒരു പണ്ഡിതൻ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട് 105 കാര്യങ്ങളാണ് എടുത്തു കൊടുത്തത്, അതിന്റെ വിശദീകരണം. അതേ പണ്ഡിതൻ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് 125 രോഗങ്ങളാണ് എടുത്തു കൊടുത്തത്. അപ്പൊ അതൊക്കെ ശരിക്കും നമ്മൾ എപ്പോഴേലൊക്കെ ഒന്ന് പഠിക്കണം ഇൻഷാ അല്ലാഹ്. അതൊക്കെ പഠിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുക. വിശാലമായൊരു വിഷയത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം നമ്മൾ കവർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ ഒരു പള്ളിയും ഈ ഒരു സ്ഥാപനവും ഒക്കെ നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇതിന്റെ എല്ലാറ്റിലും നമ്മൾ മുന്നിലുണ്ടായിരിക്കണം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അവരെ സഹായിക്കണം. അതോടൊപ്പം കേരളത്തിൽ പല ഭാഗത്തും നമുക്ക് സ്ഥാപനങ്ങൾ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവിടങ്ങളിലേക്കും നമ്മുടെ ഒരു ഓഹരി ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു കിണറിലേക്ക് പല ഭാഗത്തു നിന്നും ഉറവകൾ വരുന്നത് പോലെ നമ്മുടെ ഖബറിലേക്ക് പല ഭാഗത്തു നിന്നും നമുക്ക് പുണ്യങ്ങൾ വരാൻ അത് വലിയൊരു കാരണമാണ്. സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിൽ അഗാധമായ പാണ്ഡിത്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും
പൂർത്തീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നേരെയുള്ള എല്ലാ മുസീബത്തുകളെയും തടയുമാറാവട്ടെ. പടച്ചറബിന്റെ ദീനിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കാൻ അള്ളാഹു നമുക്ക് മനസ്സും ഈമാനും തഖ്വയും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹുവിലേക്ക് സ്വർഗക്കാരനായി സന്തോഷത്തോടെ മരിച്ചു പിരിയാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയ പോലെ റബ്ബിന്റെ സ്വർഗത്തിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഒരുപാട് ആളുകൾ രോഗികളാണ്, വരാൻ ആഗ്രഹിച്ചിട്ടും വരാൻ പറ്റാത്ത ആളുകളുണ്ട്, പ്രാർത്ഥനക്ക് വസിയത്ത് നേർന്നിട്ടുള്ള ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഷിഫാഉൻ ആജിൽ സമ്മാനിക്കുമാറാവട്ടെ. നമ്മുടെ ഈ കൊച്ചു രാജ്യം ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ മതമനുസരിച്ച് ജീവിക്കാനും അത് പ്രബോധനം ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം അതിന്ന് ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഈ രാജ്യത്തെ സംരക്ഷിക്കുമാറാവട്ടെ. ഇവിടെ വർഗീയതയെ വിളയിക്കാൻ ഉദ്ദേശിക്കുന്നവരുടെ തന്ത്രത്തെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. സമാധാന അന്തരീക്ഷവും ഐക്യവും സാഹോദര്യവും അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അള്ളാഹു ഗസയിലും വെസ്റ്റ് ബാങ്കിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരുടെ പട്ടിണി മാറ്റി കൊടുക്കുമാറാവട്ടെ. അവരുടെ വിഷമങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അള്ളാഹുർക്ക് സ്വാതന്ത്ര്യം നൽകുമാറാവട്ടെ. അവരുടെ അസമാധാനവും അസ്വസ്ഥതയും അള്ളാഹു നീക്കിക്കൊടുക്കുമാറാവട്ടെ. മനുഷ്യരെ കൊല്ലാകൊല ചെയ്യുന്ന ഇസ്രായേലിനും അവരെ സഹായിക്കുന്ന ആളുകൾക്കും അള്ളാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ ആയുധങ്ങൾ അള്ളാഹു നിർവീര്യമാക്കുമാറാവട്ടെ. അവരുടെ സംഘശക്തി അള്ളാഹു ചിന്ന ഭിന്നമാക്കുമാറാവട്ടെ. അവരുടെ ആയുധങ്ങളെ അള്ളാഹു അവരിലേക്ക് തന്നെ തിരിച്ചുവിടുമാറാവട്ടെ. അള്ളാഹു ലോകത്തുടനീളം സമാധാന അന്തരീക്ഷം ഊട്ടി ഉറപ്പിക്കുമാറാവട്ടെ. പടച്ചറബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഇണകളിലും ബർക്കത്തും കൺകുളിർമയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചറബ് നമുക്ക് നൽകിയ സമ്പത്തിലും ആരോഗ്യത്തിലും അറിവിലും കഴിവിലും ബുദ്ധിയിലും എല്ലാറ്റിലും അള്ളാഹു വർദ്ധനവ് സമ്മാനിക്കുമാറാവട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.